പഠിത്തത്തിനുള്ള ആ വഴി ആണ് ഞാൻ പറയുന്നത്. ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവിടെ അന്നത്തെ ക്ലാസ് അധ്യാപകൻ ഇങ്ങനെ എല്ലാവരെയും കൊണ്ടും ഈ ശ്ലോകങ്ങളൊക്കെ ഇങ്ങനെ വായിപ്പിച്ചു വന്നപ്പം എന്റെ ഊഴം വന്നു. അപ്പൊ ഞാൻ ചെല്ലിയപ്പോ അദ്ദേഹത്തിന് എന്തോ ഒരു ഇച്ചിരി സുഖമായിട്ട് തോന്നിയെന്നാ തോന്നുന്നത്. അങ്ങനെ എന്റെ പിന്നെ അമ്മാവൻ്റെ കൂടെയാണ് പറഞ്ഞത്, പിന്നെ തന്നെ പാട്ട് പഠിപ്പിക്കണം, അയാളുടെ ശബ്ദം അതിന് ഉറങ്ങുന്നതാണ്. അങ്ങനെ അമ്മാവൻ വന്നിട്ട് പിറ്റേ ദിവസം തന്നെ എന്നോട് നമുക്ക് പാട്ട് പഠിക്കണം. അങ്ങനെ ഇവിടെ അടുത്ത് 2 സ്ത്രീകളുണ്ടായിരുന്നു പാട്ടുകാർ. അവിടെ കൊണ്ടുവന്ന് സംഗീത പഠനം ആരംഭിച്ചു. അങ്ങനെ 2 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ ഇളയാളുടെ ഭർത്താവ് അന്നത്തെ വളരെ വളരെ കേമനായ ഒരു ഭാവനായിരുന്നു. അന്ന് അദ്ദേഹം ഈ മന്നാർക്കുടി, തമിഴ്നാട്ടിൽ പോയി മന്നാർക്കുടി രാജഗോപാലപിള്ള എന്ന് പറഞ്ഞൊരു വലിയ സംഗീതത്തിന്റെ അടുത്ത് പഠിച്ച് അങ്ങനെ വന്ന് കടക്കാവൂർ വേൽക്കുട്ടി നായർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഇവിടെ കല്യാണം കഴിച്ചിരുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന് പിന്നെ അദ്ദേഹത്തിന്റെ അടുത്തായി. അപ്പൊ അന്നത്തെ ഒരു ഈ സ്കൂൾ പഠിത്തവും പിന്നെ ഇവിടുന്ന് യാത്ര ചെയ്ത് അവിടെ എത്തി പഠിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ട് കുറെ അങ്ങനെ ഇടയ്ക്ക് പോവും. അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ പോവാതായി. അദ്ദേഹത്തിന് അതിൽ പരിഭവമായി. എന്നും വരണം, വന്നില്ലെങ്കിൽ പിന്നെ ഇത് പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഏതായാലും അങ്ങനെ ഹൈസ്കൂളിൽ കയറി 5th form വരെ പഠിച്ചു. അപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങനെ കൊണ്ട് നടക്കാനുള്ള ബുദ്ധിമുട്ട്, പാട്ടുപഠിത്തവും സ്കൂളിൽ പഠിത്തവും. അങ്ങനെ 5th form തോക്കുക. ഇനിയിപ്പോ എന്താ എന്നാലോചിച്ചു. അപ്പോ ഇത് മേലോട്ടം കൊണ്ടുപോയാലും വലിയ പ്രയോജനം, പിന്നെ അക്കാഡമിയിലെങ്ങാനും പോകണം, അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല. അങ്ങനെ കേരള കലാമണ്ഡലത്തിൽ പിന്നെ കഥകളി സംഗീതം പഠിക്കാൻ കുട്ടികളെ എടുക്കുന്നൊരു വാർത്ത വന്നു. അങ്ങനെ ആ വാർത്ത കണ്ട് എന്റെ അമ്മാവൻ തന്നെ എന്നെ അവിടെ കൊണ്ടുപോവുക. അന്ന് മാതിരി വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല. പിന്നെ ചങ്ങനാശ്ശേരി വരെ പോയിട്ട് പിന്നെ അവിടുന്ന് ബോട്ടിലൊക്കെ കയറി ഈ പിന്നെ കരിവണ്ടി, അന്ന് കരിവണ്ടിയാണ്, അതിൽ കയറി ഷൊർണൂർ എത്തണമെങ്കിൽ 2 ദിവസം. അങ്ങനെയൊക്കെ പോയി അവിടെ ചെന്ന്. അപ്പം കുറെ ആളുകളുണ്ടായിരുന്നു അവിടെ ഈ സംഗീതത്തിന് പഠിക്കാൻ മുഖമുള്ളവരായിട്ട് വന്നിട്ടുണ്ട്. അതില് എനിക്കാണ് പിന്നെ മുൻഗണന കിട്ടിയത്. അങ്ങനെ പിന്നെ അവിടുന്ന് പിന്നെ പഠിത്തം ആരംഭിക്കുക. അന്ന് കലാമണ്ഡലം ശിവരാമൻ നായർ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ കാവുങ്കൽ, ഈ കഥകളിക്കൊക്കെ വലിയ പേര് പ്രശസ്തിയുള്ള കാവുങ്കൽ തറവാടുണ്ട്, അവിടെ ഒരു മാധവ പണിക്കർ എന്ന് പറഞ്ഞ്, അങ്ങനെ അവർ 2 പേരാണ് ആദ്യത്തെ ഗുരുനാഥന്മാർ. അത് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ നമ്പിയാശാൻ വന്നു. പിന്നെ അന്നത്തെ ശബ്ദത്തിന്റെ സുഖവും വേഗം പഠിക്കാനുള്ള ഒരു ആഗ്രഹവും അതുകൊണ്ട് അദ്ദേഹം തന്നെ എന്റെ ഗുരുസ്ഥാനം ഏറ്റെടുത്തായിരുന്നു. അങ്ങനെ പിന്നെ ബാക്കി കാലം അദ്ദേഹത്തിന്റെ അടുത്താണ് പഠിച്ചത്. 8 വർഷം പഠിച്ചു. ഈ അന്ന് ഈ തെക്കൻ കേരളത്തില് നമ്മുടെ ചേർത്തല കുട്ടക്കുറുപ്പ്, കുട്ടമുള്ള അങ്ങനെയൊക്കെയുള്ള പാട്ടുകാരാണ്. വടക്ക് നമ്പിയാശാൻ, വാസുദേവനായി കോട്ടയ്ക്ക്.
അപ്പൊ നമ്പ്യാശാന്റെ പാട്ടെന്ന് പറഞ്ഞാൽ അത് ഈ സംഗീതത്തിനും സാഹിത്യത്തിനും ഭാവത്തിനുമൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുള്ളത് ശൈലിയാണ്. ആ ശൈലി ഇന്ന് മുഴുക്ക കേരളത്തിൽ മുഴുക്ക പറഞ്ഞിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദം വളരെ സുഖമുള്ള ശബ്ദമായിരുന്നു. കേട്ട് കാണില്ല, റെക്കോർഡ് കേട്ടിട്ടുണ്ടോ? റെക്കോർഡ് കേൾക്കുന്നതല്ല, അന്നത്തെ അദ്ദേഹത്തിന്റെ പാട്ട് വളരെ, എനിക്ക് തന്നെ ഏതാണ്ട് 10-17 വയസ്സേ ഉള്ളൂ. അങ്ങനെ ആ പാട്ടൊന്ന് അദ്ദേഹത്തിന്റെ പാട്ട് കേട്ട് ഞാൻ വളരെ ആകർഷകനായിരുന്നു. അങ്ങനെ ഒരു നല്ല ഒരു ശൈലി ആയിരുന്നു അദ്ദേഹത്തിന്റെ പാട്ടിന്. അതുമാതിരി പഠിപ്പിക്കാനും വളരെ വിദഗ്ധനായിരുന്നു. പഠിക്കുന്ന കുട്ടികളെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സന്തോഷമാണ്. അങ്ങനെ ഈ ആദ്യം പഠിപ്പിച്ച ഗുരുനാഥൻ ശിവരാമൻ നായർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു പുതിയ വഴിയല്ല, പഴയ ഒരു ശൈലിയിലെ അദ്ദേഹം പോകും. പുതിയ വഴിയിലേക്ക് അദ്ദേഹം വരില്ല. അങ്ങനെ ഇരുന്നപ്പോ എനിക്കും അത് അത്ര, ഈ കുറച്ച് സംഗീതമൊക്കെ പഠിച്ചത് കൊണ്ട് ഈ ശൈലി അത്ര ഒരു കാര്യമൊക്കെ കൊള്ളാം, പഴയ ശൈലിയാണ്, എങ്കിലും പുതിയ ഒരു ഇതായിട്ട് വന്നില്ല. അപ്പൊ നമ്പ്യാശന്റെ ഈ പാട്ട് കേട്ടപ്പം പിന്നെ അതില് കൂടുതൽ ചോദിച്ചോട്ടെ. ഈ പഴയ ശൈലി എന്ന് പറഞ്ഞല്ലോ, എനിക്കൊന്നും ഒരു പരിചയമില്ലാത്ത അത് ഈ നമ്പ്യാശാന്റെ പാട്ടിൽ നിന്നുള്ള അതെങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം? ഇവര് ഒരു ഗുരുനാഥന്റെ ശിഷ്യന്മാരാണ് നമ്പ്യാശാനും. പക്ഷെ ഇദ്ദേഹം നമ്പ്യാശാൻ പിന്നെ വെങ്കടേഷ്ണഭാവരുടെ ശിഷ്യത്വം കൂടുതലായിട്ട് സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം സംഗീതം നല്ലോണം പഠിച്ചിരുന്ന ആളാണ് വെങ്കടേഷ്ണഭാവർ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ശൈലി, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സംഗീതത്തിനും സാഹിത്യത്തിനും ഭാവത്തിനുമൊക്കെ ഭാവം കൊടുത്തുകൊണ്ടുള്ള, പിന്നെ വെങ്കടേഷ്ണഭാവരുടെ പാട്ടിനെന്ന് പറഞ്ഞാൽ അത് കൂടുതൽ സംഗീതം അങ്ങനെ ഉള്ളതായിരുന്നു. ബാക്കിയൊന്നും നോക്കാറില്ല, ഇങ്ങനെ പാടും, എല്ലാം സംഗീത വഴി. പക്ഷെ ഇത് എല്ലാത്തിനും ഭാവം, പിന്നെ നല്ല ഭാവമാണ്. പിന്നെ അധികം വേണ്ടിടത്ത് സംഗീതം. അങ്ങനെ കഥകളിപ്പാട്ടിന്റെ അങ്ങനെയാണല്ലോ, എല്ലാം സംഗീതം മാത്രമായാലും പറ്റില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹം പഠിപ്പിച്ചു. അദ്ദേഹം പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എന്നെയും കൊണ്ടുപോയി തുടങ്ങി. അങ്ങനെ എന്റെ 8 കൊല്ലം പൂർത്തിയാകും. 8 കൊല്ലം പൂർത്തിയായി കഴിഞ്ഞ്, അപ്പൊ അന്നത്തെ ചുറ്റുപാടില് ഞാൻ ഈ വടക്കുന്ന് ഇവിടെ വന്നാൽ ശരിക്കൊരു പൊന്നാനുഭവരാവാൻ പറ്റില്ല, അതിനുള്ള കഴിവായിട്ടില്ല. പിന്നെ ഇവിടെ ഉള്ള ഭാവകന്മാരുടെ സംഗതി പാടാനും ഇച്ചിരി ബുദ്ധിമുട്ട്. പഠിച്ച ശൈലിയുടെ വ്യത്യാസം, ഇവിടുത്തെ ശൈലി വേറെ. അങ്ങനെ ആ ശൈലിയില് പാടുന്ന ആരും ഈ ഭാഗത്തില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ആകെ വിഷമിച്ചു. പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു. അപ്പോ ഈശ്വരാധീനം എന്ന് പറഞ്ഞാൽ മതി, അവിടെ അധ്യാപകനായി നിയമിച്ചുകൊണ്ടുള്ളൊരു ഓർഡർ കിട്ടുകയാണ്. ഈ കലാമണ്ഡലത്തിൽ പോകുന്നതിന് മുമ്പ് ഈ കഥകളിപ്പാട്ട് കേൾക്കാറുണ്ടായിരുന്നു? എനിക്ക് അത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു. ഇവിടെ നടപ്പുണ്ടായിരുന്ന ഈ പാട്ട് കേട്ടിട്ട് അപ്പൊ അതില് ഒന്നുമില്ല, ഒരുമാതിരി ഒരു വിളിച്ചിങ്ങനെ പോലെ, അല്ലാതെ ഈ സംഗീതവും ഇല്ല, ശ്രുതിയില്ല, മൈക്രോഫോൺ ഒന്നും ഉണ്ടായിരുന്നില്ല. മൈക്കൊക്കെ പിന്നെ കുറെ കഴിഞ്ഞിട്ട് തന്നെയാണ്, വളരെ ദുർലഭമായിട്ടേ മൈക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ സംഗീതക്കാരോ അങ്ങനെയൊക്കെ വരുമ്പോഴേ മൈക്ക് കൊടുക്കും. കഥകളിപ്പാട്ടുകാർക്കൊന്നും മൈക്ക് കൊടുക്കില്ല, അന്നത്തെ സമ്പ്രദായം.
അപ്പൊ ഇവിടെയൊക്കെയുള്ള ഈ കഥകളിപ്പാടന്മാരുടെ പാട്ട് എനിക്ക് കേട്ട് അതിലൊന്നും ഒരു സന്തോഷമോ അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ ഈ കളറിപ്പാട്ട് അതിന് മുമ്പ് കേരളത്തിൽ പോകുന്നതിന് മുമ്പ് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പം എന്നോട് എൻ്റെ ചില ബന്ധുക്കള് പറഞ്ഞു, ഇത് പിന്നെ ഇതല്ല പാട്ട്, അവിടെ പോയി പഠിച്ചാൽ അത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയത് തന്നെ. പുറകെ ഇച്ചിരി കർണാടക സംഗീതത്തിന്റെ ഇച്ചിരി ബാലപാഠങ്ങളൊക്കെ പഠിച്ചതുകൊണ്ട് ഈ കഥകളിപ്പാട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്ര താല്പര്യം തോന്നിയിരുന്നില്ല. പക്ഷെ അവിടെ ചെന്ന് ഇതിനൊക്കെ ആശാന്റെയൊക്കെ നബി ആശാന്റെയൊക്കെ പാട്ട് കേട്ടപ്പം അതിന്റെ ഇത് വളരെ വ്യത്യാസമുണ്ട്, ഇവിടുത്തെ പാട്ടിന്റെ ശൈലിയൊന്നുമല്ല. പിന്നെ എനിക്ക് അതേമാതിരി ഒരു പാട്ട് ഇഷ്ടമായത് ഈ കുട്ടക്കുറുപ്പിന്റെ ചേർത്തല. നല്ല സംഗീതരസമായിട്ട് അങ്ങനെ പാടിയിരുന്നു, നല്ല ഭാവമൊക്കെ ആയിട്ടും പാടിയിരുന്നു. അത് പക്ഷെ കൂടുതൽ ഈ ഭാഗങ്ങളിൽ നടക്കുന്ന ഒരു ശൈലിയിലുള്ള പാട്ടായിരുന്നു. കുറച്ചു കാലേ അതുണ്ടായുള്ളൂ. കുറച്ച് പിന്നെ അവസാനം വരെ അത് അങ്ങനെ നീണ്ടു നിന്നില്ല. അദ്ദേഹത്തിന്റെ തൊണ്ട അടച്ചുപോയി കുറെ കാലം കഴിഞ്ഞപ്പോൾ. അതെന്തുകൊണ്ട് പിന്നെ ശബ്ദം പിന്നെ വളരെ പ്രയാസപ്പെട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു തവണ ഞാൻ കൂടെ പാടിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അന്നത്തെ സ്വഭാവം വെച്ച് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരു കുട്ടിയെ കൂടെ നിർത്തുകയാണെങ്കിൽ അതിന്റെ സന്തോഷം, അവനെ പ്രോത്സാഹിപ്പിക്കലോ അങ്ങനല്ല അദ്ദേഹം അന്ന് പെരുമാറിയത്. പിന്നെ ഞാനങ്ങനെ പാടാൻ പോയിട്ടില്ല. അങ്ങനെ പിന്നെ കലാമണ്ഡലത്തിൽ ഞാൻ ഉദ്യോഗം കിട്ടി ആശാന്റെ കൂടെ ഇങ്ങനെ കളിക്ക് പോകും. അങ്ങനെ ഏതായാലും അവിടെ അതിനിടയ്ക്കൊരു മൈനർ സെറ്റ്, അവിടെ മേജർ സെറ്റ് കളിയും മൈനർ സെറ്റ് കളിയുണ്ടായിരുന്നു. ഈ മൈനർ സെറ്റ് കളി അത് ആരംഭിക്കാനൊരു കാരണം ഈ നമ്പിയാശാൻ പത്മാനാരാശനെ കേട്ടോ. അപ്പൊ അവര് അതിന്റെ പിന്നെ കാരണം അന്ന് ഈ കലാമണ്ഡലം ഗോപി, അങ്ങനെ കുറെ കലാമണ്ഡലം കുട്ടൻ, എന്നിട്ട് വാസു, പിന്നെ ചെണ്ടയ്ക്ക് കേശവൻ, കലാമണ്ഡലം കേശവൻ പാട്ടിന് അന്ന് പൊന്നാനി പാടുന്ന ആളെ ഞാൻ മാത്രമേ ഉള്ളൂ കലാമണ്ഡലത്തിൽ. അതിനു മുമ്പൊന്നും പിന്നെ ആരും കോഴ്സ് അയച്ചവരായിട്ട് ആരുമില്ല. ഉണ്ണിയേഷക്കുറുപ്പുണ്ടായിരുന്നു. ഉണ്ണിയേഷക്കുറുപ്പ് ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ അവിടുന്ന് പോയി. അവര് സ്ഥിരമായിട്ട് അവിടെ പഠിച്ച് അന്നത്തെ കാലത്ത് പഠിച്ച് പാസ്സായത് ഞാനാണ്. അങ്ങനെ ഈ മൈനർ സെറ്റില് പൊന്നാനി പാടാൻ എനിക്ക് ധാരാളം അവസരം കിട്ടി. അതുമാതിരി വേഷക്കാർക്ക് ആദ്യ അവസാന വേഷം. ഈ മൈനർ സെറ്റിൽ പാടുമ്പോ ആരാ ശങ്കടി പാടാനുണ്ടായിരുന്നു? ശങ്കടി അത് ഞാൻ കലാമണ്ഡലത്തിൽ പഠിച്ചൊരു 6 വർഷം തികഞ്ഞപ്പോഴാണ് ഈ പാട്ടുകാരുടെ കുറവുണ്ട്. അപ്പൊ നമ്പിയാശാന്റെ ഒരു ഉദ്ദേശ ശുദ്ധിയാണത് അങ്ങനെ വന്നത്. ഏതാണ് കുറെ കുട്ടികളെ എടുക്കുക, വാസനയുള്ള കുറെ കുട്ടികളെ തെരഞ്ഞെടുത്ത്. അപ്പൊ അന്നത്തെ കലാമണ്ഡലത്തില് കമ്മിറ്റിയോടെയൊക്കെ പറഞ്ഞു. അവരേതായാലും അതിന് വഴിപ്പെട്ടു. അങ്ങനെയാണ് കുറെ കുട്ടികളെ അവിടെ തെരഞ്ഞെടുക്കുന്നത്. അതില് എമ്രാതിരി, ഹൈദരാലി, മാടമ്പി, തിരുടി നമ്പീശൻ, പിന്നെ ഒരു സുബ്രഹ്മണ്യൻ, പിന്നെ ഒരു ഗുരുവായൂർ, പിന്നെ ഒരു ശങ്കരൻ നമ്പൂരി, ഇങ്ങനെ കുറെ കുട്ടികൾ എടുത്തു. അപ്പൊ എല്ലാം നല്ല വാസനക്കാർ കുട്ടികളായിരുന്നു.
ഈ എമ്പ്രാന്തിരി ഹൈദരാലിയും എന്നൊക്കെ പറഞ്ഞ അന്നത്തെ പിന്നെ ഒരു എന്റെ നോട്ടത്തില് ഇവര് ഏറ്റവും താഴെയായിരുന്നു ഈ അക്ഷരം പഠിക്കാൻ. പിന്നെ ഈ അവർക്കൊരു പിന്നെ മുമ്പോട്ട് പോകണമെന്നുള്ളൊരു ആത്മാർത്ഥതയില്ലായ ഒക്കെ ഉണ്ടായിരുന്നു ഈ എമ്പ്രാന്തിരിക്കും ഹൈദരാലിക്കും ഒക്കെ. പക്ഷെ പിന്നെ പ്രശസ്തരായത് അവർ തന്നെയാണ്. അവരത്രയും അത് കഴിഞ്ഞ് വന്നതാണ് ഈ ഹരിദാസൊക്കെ. അപ്പൊ ഞാനവിടെ അധ്യാപകനായതിനു ശേഷം ഹരിദാസാണ് ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ അതിനുമുമ്പ് ഈ ആശാൻ പഠിപ്പിക്കുന്ന സമയത്ത് ആശാൻ കുറച്ച് ഇത് പഠിപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നീ പാടിക്കെന്നും പറഞ്ഞ് ആശാൻ പോകും. അങ്ങനെ ഇവരെ പിന്നെ ഞാനാ പാടിക്കുന്നതും എന്റെ കൂടെ തന്നെ അവർ പാടിയിട്ടുള്ളൂ. അപ്പൊ ഈ കളിക്കുകയും മൈനർ സെറ്റ് കളിക്കുകയൊക്കെ പോയാൽ ഇങ്ങനെ ഓരോരുത്തർക്കും പിന്നെ വലിയ എന്ന് വെച്ചാൽ എന്നെ കൂടെ പാടിക്കണം എന്ന് പറഞ്ഞ് ഓരോരുത്തരും വന്ന് ശുപാർശ ചെയ്യും. അങ്ങനെ ഏതായാലും പിന്നെ കളരിയിലും പാട്ട് ഞാൻ തന്നെയാണ്. അപ്പൊ ഇവരൊക്കെ കൂടെ പാടി അവിടെ നിന്ന് വിട്ടതിന് ശേഷമേ ഉള്ളു പിന്നെ ഈ ഹൈദരാലിയും ഇമ്രാന്തിരിയൊക്കെ എം.കെ. നായർ സാറ് അവിടെ FACT ആ സ്കൂള് തുടങ്ങിയതും അങ്ങനൊരു ജീവിതമാർഗം ഇവർക്കുണ്ടായി. അതിനുശേഷം കുറെ കാശ് കിട്ടി തുടങ്ങിയപ്പം തന്നെ പിന്നെ ഉത്സാഹമായി പഠിക്കാൻ ഉത്സാഹമായി ഇതിനെപ്പറ്റി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയതൊക്കെ അതിന് ശേഷമൊക്കെയാണ്. അങ്ങനെ ബാക്കിയുള്ളതില് ഇപ്പം മാടമ്പിയുണ്ട്, സുബ്രഹ്മണ്യനുണ്ട്, തിരുവനന്തപുരം മരിച്ചുപോയി. മാടമ്പി ഈ പറഞ്ഞ മാതിരി അയാൾക്കും ഈ പുതിയ രാഗത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. അങ്ങനെ എല്ലാ ചിട്ടകളും ഒക്കെ വശമാണ് മാടമ്പിക്ക്. ഏത് കഥയും പാടാനൊക്കെ പറ്റും. അങ്ങനെ കലാമണ്ഡലം ഇതിൽ ഞാൻ അധ്യാപകനും ആയിരുന്നു. പിന്നെ എല്ലാത്തിനും ഈ കളരിയിലൊക്കെ എല്ലാവരുടെയും കളരി എന്ന് വെച്ചാൽ അന്ന് ഇവരൊക്കെ കുമാരൻ നായർ, പത്മനാഭൻ നായരാശാൻ, കുഞ്ചു നായരാശാൻ, പിന്നെ രാംകുട്ടി ആശാൻ, പിന്നെ ഒരു മാമ്പഴ മാധവ പണിക്കര്, അങ്ങനെയുള്ളവരുടെയൊക്കെ കളരിയില് ധാരാളം പാടാനുള്ള ഈ ചൊല്ലിയാട്ടത്തിന് പാടാനുള്ളൊരു അവസരവും എനിക്ക് ഉണ്ടായിരുന്നു. നമ്പിശാസൻ അദ്ദേഹം പഠിപ്പിക്കുന്ന ആ ഒരു സമ്പ്രദായത്തെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയാൻ പറ്റുമോ? അദ്ദേഹം എങ്ങനെയാണ് ഒരു രാഗത്തെയോ അല്ലെങ്കിൽ ഒരു പദത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ചിട്ടയോ അതാ പഠിപ്പിച്ച് ഉറപ്പിക്കുന്ന ആ ഒരു സമ്പ്രദായത്തെ കുറിച്ച് കുറച്ചുകൂടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവം ഓർമ്മയില്ല? കാരണം നമുക്ക് ഈ നേരത്തെ പറഞ്ഞ മാതിരി അദ്ദേഹത്തിന്റെ പാട്ടില് ഒരു ആകൃഷ്ടനായ അങ്ങനെ ഉള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹം പാടുന്ന അതേ പടി പിന്നെ അതിനെ അനുകരിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു. ഇപ്പം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു 1, 2, 3 തവണ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവാത്ത ഒരാളാണെങ്കിൽ അത് പിന്നെ പഠിപ്പിക്കുന്ന ആൾക്കും ഇച്ചിരി ബുദ്ധിമുട്ടാവും. ഒരു പ്രാവശ്യം പറഞ്ഞാൽ പഠിപ്പിക്കുന്ന കുട്ടി അതിനെ അനുകരിച്ച് പാടുകയാണെങ്കിൽ ആ പഠിപ്പിക്കുന്ന ആളിന് സന്തോഷമാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് നമ്പിയാശൻ ഒരു പ്രാവശ്യം തന്നെ പറഞ്ഞു തന്നാൽ അതെനിക്ക് പെട്ടെന്ന് ഞാനത് പിന്നെ ക്രൈസ്തവമാക്കാനും പിന്നെ അതിനെപ്പറ്റി ആലോചിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ളൊരു താല്പര്യം. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ശിവരാമൻ നായരാശാന്റെ അങ്ങനല്ല. അദ്ദേഹം പാടുന്നത് ഒരു അണുകിട വ്യത്യാസം ഇല്ലാതെ അതേമാതിരി പാടി ഉറപ്പിക്കണം. അത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
ഈ സമ്പ്രദായത്തിന്റെ വ്യത്യാസം കൊണ്ട്. അപ്പൊ അദ്ദേഹം ഏതാണ്ട് 1 മാസം 2 മാസം വരെ ഒരു പദം നമ്മളെ കൊണ്ട് എന്നാൽ മനസ്സിലാവായികയല്ല. അദ്ദേഹത്തിന് ഒരക്ഷരം പറഞ്ഞാലും അല്ലെങ്കിൽ അകാരോ ഇകാരോ ഏത് പറഞ്ഞാലും അത് അതേമാതിരി വരണം. അങ്ങനെ പിന്നെ ഈ കഥകളി സംഗീതത്തിൽ അങ്ങനൊന്നും നോക്കണ്ട. ഏതാണ്ട് ഒരു പദം ഒരാൾ പറഞ്ഞു തന്നാൽ ഏകദേശം നമുക്കത് ഗ്രഹിക്കാൻ സാമർഥ്യമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പഠിക്കാം. പിന്നെ മുമ്പോട്ട് പോകണമെന്നുള്ളതാ. ഇപ്പൊ ഒരു കഥയോ 2 കഥയോ പോരല്ലോ. എല്ലാ കഥകളും ഇങ്ങനെ പാടിപ്പോയാൽ പിന്നെ ഈ കളി പിന്നെ കളരിയിലും പിന്നെ കഥകളി അരങ്ങിലും അത് പിന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ അതെ അങ്ങനെ അത് പിന്നെ തനിയെ അങ്ങ് കുറയ്ക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു ഏതാണ് ഇപ്പം നമ്പ്യാശാന്റെ ആ വഴി ഇന്ന് പിന്നെ മിക്കവാറും പേർക്ക് ആ വഴി തന്നെയാണുള്ളത്. പിന്നെ ഈ സംഗീത പിന്നെ കുറച്ച് കൂടുതൽ ഇപ്പൊ ഞാൻ തന്നെ പല രാഗങ്ങളും എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ആശാനില്ലാത്ത ഒരു അരങ്ങിലാണെങ്കിൽ ഞാൻ ചില പുതിയ രാഗങ്ങളൊക്കെ ഇട്ട് നോക്കും. അത് കൊള്ളാവുന്ന ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ഉപയോഗിക്കും. അങ്ങനെ ഈ പാട്ടുകാരെല്ലാം ഇപ്പൊ എമ്പ്രാന്തിരി തന്നെ. പക്ഷെ ശൈലി അതാണെങ്കിലും ചില പദങ്ങൾക്ക് അവനവൻ സ്വന്തമായിട്ട് അതൊരു കഴിവാണ്, അവനവന്റെ കഴിവാണ്. പക്ഷേ അന്ന് ഈ ഇപ്പൊ അവിടെ പഠിക്കുന്ന ഈ 6 വർഷം 8 വർഷക്കാലം അത് കഴിഞ്ഞ് ഈ അധ്യാപകൻ ആ സമയത്തൊക്കെ അതല്ലാതെ ആശാൻ കർണാടക സംഗീതം കേൾക്കുന്നുണ്ടല്ലോ ധാരാളം. അപ്പൊ അന്നുള്ള ആശാന്റെ കർണാടക സംഗീതത്തിലുള്ള ആശാന്റെ താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഏതൊക്കെ പാട്ടുകാരാണ്? അല്ലെങ്കിൽ ഇപ്പൊ ഈ പുതിയതായിട്ട് ചില രാഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ആ രാഗങ്ങളോടുള്ള പ്രത്യേക താല്പര്യമാണോ? എങ്ങനെയാണ് അതിന്റെ ഒരു? ഞാൻ കലാമണ്ഡലത്തില് ഈ ചെമ്മാൻകുടി ഒരു ദിവസം അദ്ദേഹം ഈ ഷൊർണൂര് ആയുർവേദ ആസ്പത്രിയിലെ എന്തോ ചികിത്സയ്ക്ക് വന്നതാണ്. അപ്പൊ അദ്ദേഹം ഒരു ദിവസം കലാമണ്ഡലത്തിൽ വന്ന് അദ്ദേഹത്തിന് ഈ ഇപ്പം ഈ കഥകളി ചില രാഗങ്ങള് ഇപ്പൊ മലിമാങ്കണ്ണി എന്നൊക്കെ പറയുന്നത് ആ ഒരു ശൈലിയുണ്ട്. മറ്റേ കർണാടക സംഗീതത്തിലും ഉണ്ട്. എങ്കിലും ഈ കഥകളിയിൽ അതൊരു പ്രത്യേക ശൈലിയായിട്ട് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം വന്ന് ഈ മലിമാങ്കണ്ണി ഒന്ന് കേൾക്കണമെന്ന് പറഞ്ഞു. അത് തിജാവന്തി രാഗമാണ്. അപ്പൊ ആശാൻ കൊണ്ട് ഇദ്ദേഹം വന്നെന്ന് പറഞ്ഞ് കുറെ ആളുകളൊക്കെ കൂടി. അപ്പൊ ആശാൻ പറഞ്ഞു അത് പാടാൻ പറഞ്ഞു. ഞാൻ തന്നെയാണ് പാടിയത്. അത് കഴിഞ്ഞ് അദ്ദേഹം കേട്ട് അത് കഴിയുന്ന കേട്ടിരുന്ന് ഒന്നും പറയാതെ എഴുന്നേറ്റാൻ പോയി. അപ്പൊ ഈ ബാക്കി എനിക്കും തന്നെ ഒരു സംശയം, അതിന് ചെമ്മൻകുടി എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം ഒന്നും പറയാതെ പോയി. എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. ആശാൻ പറയപ്പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ അഭിനയ കലയ്ക്ക് ഇത് യാതൊരു വ്യത്യാസവും വരുത്തരുത്. ഇത് നല്ല ഭാവമുണ്ട്, പിന്നെ അഭിനയത്തിന് പ്രാധാന്യമുള്ള ഭാവവും കുട്ടി പാടിയതൊക്കെ വളരെ നന്നായെന്നൊക്കെ ഉള്ള അഭിപ്രായം പിന്നെ പറഞ്ഞപ്പോ ഒരു സമാധാനമായി. പിന്നെ അതുമാതിരി ഒരു കളിക്ക് മദ്രാസിൽ ചെന്നു. അപ്പൊ ചെമ്പൈ അദ്ദേഹം അവിടെ താമസിക്കുകയായിരുന്നു മദ്രാസിൽ. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് പോയപ്പോ പിന്നെ ഇത്തിരി കഥകളി പദങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും ഒരു രാമകാരെന്ന് പറഞ്ഞു
രാമകുമാർ അവിടെ കലാമന്തി അധ്യാപകനായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടെ കുറച്ചേറെ ഇങ്ങനെ പാടി. അപ്പൊ അദ്ദേഹം ആരായിരുന്നാലും അദ്ദേഹം വളരെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ്. ചെമ്പൈ വളരെ നന്നായി, വളരെ ഗംഭീരമായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ അല്ല, ഗംഭീരമാവാനിപ്പം ഞങ്ങൾക്ക് ഇപ്പം നമ്മുടെ കർണാടക സൈഡിലുള്ള കല്യാണി, കാമ്പോഴി, ഭൈരവി, കോടി, സാവേരി ഇങ്ങനെയുള്ള രാഗങ്ങളൊക്കെ കുറച്ചൊക്കെ കീർത്തനങ്ങളൊക്കെ ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഉള്ള പദങ്ങൾ വലിയ തെറ്റില്ലാതെയൊക്കെ പാടാൻ നമുക്ക് സാധിക്കാം. അന്ന് കേൾക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന കർണാടക സംഗീതജ്ഞനായിരുന്നു. ഏത് തരത്തിലുള്ള പാട്ടുകാരെയൊക്കെയായിരുന്നു ആശാൻ കൂടുതൽ കേൾക്കാൻ താല്പര്യം അക്കാലത്ത് നല്ലവണ്ണം കേരളത്തില് പാടിയിരുന്ന ആള് ചേർത്തല ഗോപാലൻ നായർ. ഞാൻ തന്നെ റേഡിയോയില് ആദ്യം പാടാൻ പോകുമ്പോൾ ചേർത്തല ഗോപാലൻ നായരായിരുന്നു ഇവിടെ കോഴിക്കോട് റേഡിയോ നിലയത്തില്. അപ്പൊ അദ്ദേഹത്തിനൊക്കെ നമ്മുടെ പാട്ട് വളരെ ആസ്വാദകരമായി തോന്നിയിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം അതിനുശേഷം പലതവണ ഞങ്ങൾ തങ്ങളി കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളൊക്കെ അത് നന്നായി. പിന്നെ ചിലപ്പോ ഈ കുറേ ദിവസം ഞാൻ പാടി വരും തൊണ്ട അടയ്ക്കുന്ന ഒരു പതിവുണ്ട്. എല്ലാവർക്കും ഇല്ല. എന്നെ സംബന്ധിച്ചത് കുറെ ദിവസം കഴിയുമ്പോൾ ഈ തൊണ്ടയടപ്പ് ഇങ്ങനെ വരും. ഒരു ദിവസം അങ്ങനെ ഞങ്ങളുടെ റേഡിയോയിലെങ്ങാണ്ട് പാടുന്ന കേട്ടപ്പോൾ ഇദ്ദേഹം കേട്ടു, ചേർത്തല ഗോപാലൻ നായർ സാറ്. ഇന്നലെ പാട്ട് കേട്ടിട്ട് തൊണ്ടയടപ്പായിരുന്നു. ശരിയാ. അങ്ങനെ എപ്പോഴും നമ്മുടെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ആളുകളാണ്. എനിക്ക് ഈ പറയുന്ന ചെമ്മൻകുടി അദ്ദേഹത്തിന്റെ കച്ചേരികൾ അവിടെ ഉണ്ടായാലും ഞാൻ പോയി കേൾക്കും. ചെമ്പയുടെ കച്ചേരി ഉണ്ടായാലും പോയി കേൾക്കും. ഇന്നിപ്പോ അങ്ങനത്തെ കച്ചേരിക്കാരെ ഇല്ല. ഇന്നിപ്പോ എല്ലാം സിനിമാ ഗാനങ്ങളിലെ ആൾക്കാർക്ക് ആവശ്യം. കച്ചേരി എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമായിട്ടേ ഇപ്പൊ ഉള്ളൂ. ഒന്ന് ചോദിക്കട്ടെ, അന്ന് ആ സമയത്തൊക്കെ ധാരാളം സിനിമാ പാട്ടുകൾ ഉള്ളൊരു സമയം കൂടിയാണല്ലോ. അത്ര എന്റെ ആ കാലഘട്ടത്തില് സിനിമാ പാട്ടെന്ന് പറഞ്ഞാൽ അത്ര അധികമൊന്നും ആയിട്ടില്ലായിരുന്നു. അന്ന് ഈ തമിഴ് സിനിമകളാണ് അധികം. അപ്പൊ MK ത്യാഗരാജ ഭാവം അദ്ദേഹത്തിന്റെ ഒക്കെ പാട്ട് കേട്ടാൽ ഒരിക്കലും മതി വരില്ല. എവിടെ റെക്കോർഡുണ്ടെങ്കിലും അവിടെ കേൾക്കും. അന്ന് അങ്ങനെയായിരുന്നു. പിന്നീട് ഈ കുറെ കഴിഞ്ഞപ്പോഴാണ് സിനിമാ ഗാനങ്ങളൊക്കെ ഞാൻ സാധാരണ ആയി വന്നത്. ആദ്യമായിട്ട് ഞാൻ ഈ ഹരിദാസിനെയാണ് ആദ്യം പഠിപ്പിക്കുന്നത്. ആദ്യം കർണാടക സംഗീതം ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നല്ല വാസനാ സമ്പന്നനായി. ഒന്ന് കേട്ടാൽ അത് അനുകരിക്കാനും. പിന്നെ ഇയാൾ കുറെ കാലം ഈ അഹമ്മദാബാദിലുണ്ട്. അപ്പൊ അവിടെ കഥകളി വളരെ ചുരുക്കമായിട്ടുണ്ടായിരുന്നു. ഡാൻസിന് പാടുമായിരുന്നു ഹരിദാസ്. ആ ഡാൻസിനൊക്കെ പാട്ട് പിന്നെ ഓരോരുത്തര് എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹരിദാസ് ഈ വലിയ സാരാഭായി മറ്റേ മൃണാളി സാരാഭായി അവരുടെയൊക്കെ ഡാൻസിനാണ് ഹരിദാസ് പാടിയിട്ടുണ്ട്. വളരെ കേമായിട്ടാണ് ഓരോരുത്തർ ആ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷമാണ് പിന്നെ എംബ്രാതിരിയായിട്ടുള്ള ജോലികളൊക്കെ ഉണ്ടായത്. എന്നെ സംബന്ധിച്ച് എന്നോട് വളരെ ആത്മാർത്ഥമായ എന്റെ പാട്ടിനെ അനുകരിക്കാനും എല്ലാം പറയുന്നത് എന്റെ പാട്ട് അങ്ങനെ എല്ലാവർക്കും അനുകരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു എന്നെ കുറെ കൂടുതൽ അനുകരിച്ചിട്ടുണ്ട് ഹരിദാസ്. പിന്നെ
അതുമാതിരി എടുത്തു പറയാൻ ഇപ്പം ചില പിള്ളേരൊക്കെ ഉണ്ട് പാടുന്ന. പേരിപ്പം ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെ തന്നെ പറയാൻ ഒക്കില്ലല്ലോ. പിന്നെ ഇവിടെ ഒരു കലാമണ്ഡലം രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കേട്ടിട്ടുണ്ട്. പി ജി അയാൾ എന്റെ കൂടെ ഒരുപാട് പാടിയിരുന്നു. അപ്പോ പിന്നെ അതേമാതിരി അനുകരിക്കുന്ന ഒരുത്തനായിരുന്നു ഞാൻ. പാടുന്ന അതേ പാട്ട് അനുകരിക്കുന്ന ആളാണ്. ഹരിദാസേട്ടൻ ആശാന്റെ ശങ്കടിയായിട്ട് കുറെ പാടിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഒരുപാട് പാടിയിട്ടുണ്ട് ഞാൻ. അയാളെ അന്ന് പിന്നെ എനിക്ക് ഈ ഒഴിവ് കാലത്ത് ഇങ്ങോട്ടൊക്കെ വരുമ്പം ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ചില സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഈ അന്നമാതിരി ഈ ഫോൺ സൗകര്യമൊന്നും അത്ര ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടുന്ന് വെള്ളാരപ്പള്ളി പോയി അയാളെ എന്നെ വിളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ പാടി. അത് കഴിഞ്ഞിട്ടാണ് ഇയാള് പിന്നെ അങ്ങ് പോയത്. അതിനുശേഷം പിന്നെ ഹരിദാസനെ അങ്ങനെ കിട്ടാനില്ല. അങ്ങനെ പിന്നെ ഒരുപാട് ശിഷ്യന്മാരെ ഇങ്ങനെ പഠിപ്പിച്ചു. അത് മിക്കവാറും പേര് ഒക്കെ ഇപ്പം നല്ല നിലയിലൊക്കെയാണ്. ചിലര് ഞാൻ മുമ്പ് പറഞ്ഞ മാതിരി ചിലർക്ക് അവരവരുടെ ഇതിപ്പം ഗംഗാധരന്റെ പാട്ടോ നമ്പീശന്റെ പാട്ടോ എന്ന് പിന്നെ നിശ്ചയമില്ലാതെ അവര് സ്വയമേവ ഈ തെരഞ്ഞെടുക്കുന്ന ചില സമ്പ്രദായങ്ങളുണ്ട്. അത് ചിലത് നല്ലതാണെന്ന് പറയാം. അതായത് ഇതിന്റെ ഈ ശൈലി തന്നെ പോകുന്ന ഒരു രീതിക്ക് പാടുന്നവരും ഉണ്ട്. അത് എന്തെന്നില്ലാത്ത ഒരു ബൃഹയോ അങ്ങനെ ബൃഹയൊന്നും വെച്ച് പാടാൻ പറ്റുന്നതല്ല കഥകളിപ്പത്. അതിൻ്റെ ഒരു മയമുണ്ട്. ഒരു പദത്തിൽ ഒതുങ്ങി നിൽക്കുന്ന പിന്നെ സംഗതികളെ അതിൽ ചേർക്കാവൂ. അത് വരിക്കുമാരി അങ്ങ് പാടുന്ന ചില കലാമണത്തിൽ പഠിച്ച ചില പാട്ടുകാരും ഉണ്ട്. ചിലർക്ക് അത് ഇഷ്ടമാവുകയും ചെയ്യും. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആസ്വാദകർ ഇന്നിപ്പം ആസ്വാദകരുടെ അതാണല്ലോ. അവര് ഇപ്പം അന്ന് തന്നെ എന്നോട് തന്നെ ചിലർ പറയും, ആശാനെ അത് ഒരു രാഗമൊന്നും മാറ്റി പാടി എന്താ. അങ്ങനെ ആലോചിക്കാറുണ്ട്. ചിലത് ചിലപ്പം നന്നാവും. പക്ഷെ ഞാൻ വളരെ ആലോചിച്ചിട്ട് അങ്ങനെ ഒരു രാഗം അങ്ങനെ അതിന് ആശാൻ എന്താ അടിസ്ഥാനമാണ് അങ്ങനെ ഒരു രാഗം പാടി നോക്കും. പാടി നോക്കുമ്പോൾ ഒരു ഭാവമുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പഴയ രാഗത്തിൽ നിന്നും ചില പുതിയ രാഗങ്ങളിലേക്ക് മാറ്റാം. അങ്ങനെ ചിലതൊക്കെ ഇട്ടുണ്ട്. അങ്ങനെ ഈ തെക്കോട്ടിൽ ചില കഥകളൊക്കെ ഉണ്ട്, നിഴൽക്കൂത്തൊക്കെ ഉണ്ട്. അതില് ഒന്ന് രണ്ട് പദമുണ്ട്. ഒന്ന് രണ്ട് പദമല്ല, ചിലതൊക്കെ ഞാൻ മാറ്റിയാണ്. നാഗാന്ധാരി മാറ്റിയിട്ടുണ്ട്, നാഗാന്ധാരിയിലാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിന്ധു ഭൈരവി തന്നിക മണിമണി മാലി എന്നുള്ളത് മിക്കവാറും ഇപ്പം ആളുകൾ അനുകരിക്കുന്നു. ഞാനത് സിന്ധു ഭൈരവിയിലെ കേട്ടിട്ടുള്ളൂ. ആശാനായിട്ട് ചെയ്തൊരു. അതെ അതെ. ഈ ആശനെ ഇങ്ങനെ പുതിയതായിട്ട് രാഗങ്ങളൊക്കെ ഉപയോഗിക്കും. അഖീർ ഭൈരവ് ധാരാളം ഉപയോഗിച്ച് കേൾക്കാറുണ്ട്. അഖീർ ഭൈരവി അങ്ങനെ അധികം ആരും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ചിലത് ചിലപ്പം പിന്നെ ഒന്ന് പാടി നോക്കിയിട്ടുണ്ട്. ചിലർ പറയും അത് നന്നായിട്ടുണ്ട്, അതിൽ പാടണം എന്ന് പറയും. അങ്ങനെ ഈ താല്പര്യം അനുസരിച്ച് അങ്ങനെ മാറി മാറിപ്പാടും. പെരുമ്പാവൂര് തന്നെ ആശാന അഖീർ ഭൈരവ് പാടിയിട്ടുണ്ട്. സന്ദീപനി അന്ന് പാടിയിരുന്നു. ശരിയാ. സാന്ദീപനി ഇങ്ങനെ കുറെ റെക്കോർഡുകളിലൊക്കെ ഞാൻ നേരിട്ട് കേട്ട കളിയല്ലേ കരകരത്ത് പേശലാലിനെയൊക്കെ
കരേരപ്രിയയിലൊക്കെ ആയിട്ട് കരേരപ്രിയ നല്ല സുഖമുള്ളതാണ്. അതെ, അതിലൊരു പിന്നെ ചോര വെച്ച് ഉണ്ണീഷക്കുറുപ്പിനെ പറ്റി പറഞ്ഞാൽ നല്ല ജ്ഞാനസ്ഥനായിരുന്നല്ലോ, നല്ല ശബ്ദവും നല്ല ജ്ഞാനവും വാസനാസമ്പന്നനും ഒക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹവും ഞാനും കൂടി ശങ്കടി ഞാൻ പാടുന്നു, പൊന്നാനി അദ്ദേഹം പാടുന്നു. അങ്ങനെ പാടിയപ്പം ഈ പേശലാൻ എന്നുള്ള ഇത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് കരയാതിരിക്കുക, എനിക്കതെന്ന് പറഞ്ഞോളൂ. നമ്മൾ പാടി, നമുക്ക് അറിയാതെ വരില്ല, ശരിക്കും പാടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടതാണ്. അത് പിന്നെ വൈക്കത്ത് ഒരു ദിവസം ഹരിദാസനായിരുന്നു എൻ്റെ കൂടെ പാടി, വൈക്കം ക്ഷേത്രത്തിൽ. അതുകൊണ്ട് ഗംഭീരമായിട്ട് തന്നെ കരേരപ്രിയ പാടി. കരേരപ്രിയ എന്നിട്ട് ഇത് കർണശബ്ദം. ഈ കർണശബ്ദത്തിന്റെ ഒരു കഥ പറഞ്ഞാൽ അത് ഇപ്പൊ ചിലതൊക്കെ രാഗങ്ങള് ചിലതൊക്കെ മാറ്റി പാടുന്നുണ്ടെങ്കിലും ആ പാട്ടിന്റെ ഒരു ശൈലി ആദ്യമായിട്ട് ഞാൻ തന്നെയാണ്. മുമ്പ് കർണശബ്ദം പാടിയിരുന്ന ആളുകൾ ധാരാളമുണ്ട്. ഞാനിത് പാടുന്നതിന് മുമ്പ് തന്നെ വൈക്കം തങ്കപ്പം, ബാവര്, പുരുഷോത്തമൻ, അങ്ങനെ വേറെ ആരൊക്കെ അത് പാടിയിട്ടുണ്ട്. അപ്പൊ ഒരു തവണ എനിക്ക് ഈ കൊല്ലത്ത് ആനന്ദവല്ലീശ്വരം ക്ഷേത്രത്തില് കർണശബ്ദമാണ്. ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അങ്ങനെയൊക്കെ ഏതായാലും അക്ഷരമൊക്കെ പഠിച്ചു. അവിടെ ചെന്നന്ത വേഷക്കാരെയൊക്കെ കണ്ട് ഇത് ഏത് കാലത്തിലാ, പിന്നെ പാട്ടെനിക്ക് ആരും പറഞ്ഞിട്ടുണ്ട്, ഇത് ഏത് കാലത്തിലാ, അല്ലെങ്കിൽ പിന്നെ ഇടക്കാലമാണോ പതിഞ്ഞ പദമാണോ, അത് ഇടക്കാലം. അങ്ങനെ ഞാൻ തനിയെ അങ്ങ് എന്തോ പാടി. അന്നത് പിന്നെ എല്ലാവർക്കും ഇച്ചിരി നന്നായെന്ന് ഒക്കെ അഭിപ്രായം ഉണ്ടായി. അങ്ങനെയാണ് ഇത് വടക്കോട്ട് പിന്നെ ഈ കർണശബ്ദം ഞാൻ ആ ശൈലി എന്ന് വെച്ചാൽ ഞാനത് ആദ്യമായിട്ട് പ്രയോഗിക്കുന്നത്. പിന്നെ അത് ചില ഹൈദരാലിയൊക്കെ ചില രാഗങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ എമ്രാന്തിരി, അത് ഈ വാത്സല്യവാരുത എന്നൊരു പദമുണ്ടല്ലോ, അത് കാനഡ. ഇയാളത് പിന്നെ വേറൊരു രാഗത്തിലാണ് പാടിയത്. കാനഡ അത്ര ഒരു പ്രാതിയോടെ ചോദിച്ചവൻ പറഞ്ഞ് അത് എനിക്ക് അത്ര ഒരു ഇതായിട്ട് വരികയില്ല കാനഡ, അതുകൊണ്ട് ഞാൻ എന്റെ വഴിയാക്കി എന്ന് പറയും. പക്ഷെ അയാൾ പാടുന്നത് ഒരു ഇത് രസമുണ്ടായിരുന്നു, ഏത് രാഗമായാലും. അങ്ങനെ ഈ വടക്കോട്ട് കർണശബ്ദം പിന്നെ ഈ കുട്ടികൾക്ക് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല, ഈ കളിക്കൊക്കെ കേട്ട് അവർ പഠിച്ചതാണ്. പിന്നെ അതിന് വലിയ ഇത് വന്നില്ലേ, വലിയ പ്രകാരമല്ലേ കർണശബ്ദം, എവിടെ ചെന്നാലും കർണശബ്ദം വേണം. അങ്ങനെയുള്ള ഇപ്പം കുചേലവൃത്തം തന്നെ എടുത്തു നോക്കാം. കലയാമി സുമതേ പണ്ട് ഈ ശങ്കരാഭരണം മാത്രമായിരുന്നു. ഈ കുറെ ചരണങ്ങളുണ്ടല്ലോ, ഇതിങ്ങനെ ഈ ശങ്കരാഭരണം മാത്രമാകുമ്പോൾ പാടുന്ന ആൾക്കാർക്കും അത് കേൾക്കുന്ന ആൾക്കാർക്കും ഒരു വിരസത അനുഭവപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് ഓരോ ചരണങ്ങൾക്കും പിന്നെ ഭാവാത്മകതയോടുകൂടി ഏതാ രാഗം ഉപയോഗിക്കാൻ പറ്റുന്നേ എന്ന് പാട്ടുകാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലത്ത്. ഇപ്പൊ എല്ലാം ഈ പാട്ടുകാര് മുമ്പേ പറഞ്ഞ മാതിരി ഓരോ രാഗങ്ങളും മാറ്റിട്ട് ആ രാഗം ഒന്ന് മാറ്റി വേറൊരു രാഗത്തിലാക്കിയാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് അവരുടെയും
ഇതനുസരിച്ചല്ലേ അതൊന്ന് മാറ്റിയാലെന്താണ്. ഇപ്പം ഒരു രാഗത്ത് തന്നെ പാടുകയാണെങ്കിൽ അതും ഒരു നല്ല ഭാവരാണെങ്കിൽ അയാൾക്ക് അതിൽ തന്നെ പല വഴികളും കൊണ്ടുപോകാൻ സാധിക്കും. പിന്നെ അത് ആലോചിച്ചിട്ട് വേണം. പിന്നെ ഇത് പുഷ്കര വിലോചന എന്ന് പറയുന്നത് സുരുട്ടിയാണ്. ആ സുരുട്ടി തന്നെ എന്തെല്ലാം ഭാവങ്ങളുണ്ട്. അത് വരുത്താനാണ് ഈ കഥകളിപ്പാട്ടുകാരന്റെ ശ്രമം ഉണ്ടായിരിക്കേണ്ടത്. അത് വരുത്തുന്നതിലാണ് അവന്റെ കഴിവ്. അത് സുരുട്ടി രാഗം മാത്രമാണ്. അതൊരു ഞാൻ പാടുകയാണെന്ന് വെച്ചാൽ അതിൽ യാതൊരു ഇതുമില്ല. അപ്പൊ അങ്ങനെ നമ്പ്യാശാനുമൊക്കെ വെങ്കടേഷൻ ഭാഗവതരുമൊക്കെ ആ രീതി അവര് അനുകരിച്ചിട്ടുണ്ട്. അത് ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വെങ്കടേഷൻ ഭാഗവതർ ഈ വിജനീപത ഒക്കെ പാടുന്നത് അത് അന്നത്തെ കാലത്ത് ഏറ്റവും മുകളിൽ പിടിച്ച് പാടും. എന്നുവെച്ചാൽ ഇപ്പൊ അങ്ങനല്ല. ചുവട്ടിൽ തോടി രാഗമാണ്, അതിന് ഭാവമുണ്ട്. ഈ വെങ്കടേശ്വര ഭാഗവതരുടെ പാട്ടാശം കേട്ടിട്ടുണ്ടോ? എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ ഒരു പഠിപ്പിച്ചെന്ന് വെച്ചാൽ ഒരു 3 മാസം അദ്ദേഹം പിന്നെ എന്നെ പഠിപ്പിക്കാൻ ഇടയായി. കാരണം എന്താ, അന്ന് നമ്പ്യാശാൻ കല്യാണത്തിൽ വന്നിട്ടില്ല. ശിവരാമൻ നായർ ആശാനാണ്. അദ്ദേഹം ഏതോ ഒരു യാത്രയ്ക്ക് പോയി. ആ സമയത്ത് കലാമണ്ഡലത്തില് മുണ്ടായി നടന്നു വരും. നടന്നു വന്ന് കലാമണ്ഡലത്തിൽ വന്ന് എനിക്കന്ന് അദ്ദേഹത്തിന്റെ പാട്ട് അനുകരിക്കാൻ ഉള്ള ആ ഒരു പ്രായമല്ല. അപ്പൊ അദ്ദേഹത്തിന് പാടുകൂട്ടി എന്ന് ഞാൻ പറയും. പക്ഷെ അദ്ദേഹത്തിന്റെ എല്ലാം അനുകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു 3 മാസത്തെ പിന്നെ കുറച്ച് കളികൾക്ക് ഞാൻ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടിട്ടുള്ളൂ. അപ്പൊ അന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. എന്റെ ചെറിയ പ്രായം. അങ്ങനെ കഥകളിപ്പാട്ടുകാരെന്ന് പറഞ്ഞ പാട്ടുകാരനുവലിയുണ്ടെങ്കിലും എനിക്ക് ഈ പറയുന്ന മാതിരി ഉണ്ണീഷക്കുറിപ്പിനെ എനിക്ക് സമ്മതമായിരുന്നു. പിന്നെ ഈ പറയുന്ന മാതിരി ഞാൻ തന്നെ ഞാൻ കൂടെ അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്റെ കൂടെയാണ് പാടിയതെങ്കിലും ഞാൻ റാഞ്ചരി ഐതലാരി മരിദാസും അവര് ഏത് പദം പാടിയാലും അവന്റെ സ്വാദം ഉണ്ടായിരുന്നു. അതിനെ നിഷേധിക്കാൻ പറ്റില്ല. അത് പൊതുവെ അംഗീകരിക്കപ്പെടുന്നതാണ്. ചിലത് ഇങ്ങനെ ശരിയാണെന്നൊക്കെ ചോദിച്ചിട്ടും അതിന് അവരുടെ ഉത്തരം അവര് പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെ പാടിയാൽ എന്താണ്. ഈ മറിമാങ്കണ്ണി എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു ചെറിയ ഒരു വ്യത്യാസം ഈ എമ്പ്രാന്തിരി ഹരിദാസും ഒക്കെ പാടുന്ന സമയത്ത് വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പാടിക്കൊണ്ടിരിക്കുന്നവര് എന്നൊരു സ്ഥാനം ഇങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചത് അത്ര ഒരു ശരിയല്ല എന്ന് ഞാൻ എമ്പ്രാന്തിരിയോട് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഭാവത്തിന് ഇച്ചിരി പക്ഷെ അയാളുടെ ശബ്ദത്തിന്റെ ഒരു സുഖമുണ്ട്. ആളുള്ളത് ഇഷ്ടപ്പെടുന്നു മാത്രമേ. അങ്ങനെയൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട്. പറയാനുള്ള അധികാരം നമുക്കുണ്ട്. കാരണം അവര് എത്ര ആയിരുന്നാലും നമ്മുടെ അടുത്ത് നിന്നൊക്കെ പോയതല്ലേ. അല്ല, അത് വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു പറച്ചിലാണ്. അങ്ങനെയുള്ള ഭാഷാനൊരു പ്രത്യേക കാരണം കൊണ്ടാണല്ലോ ഇത് പറയുന്നത്. അതെ അതെ അതെ. അത് എന്നെ സംബന്ധിച്ച് കുറെ കാലത്തെ അനുഭവം കൊണ്ട് ഞാൻ പിന്നെ കുറെ കാലത്തെ അനുഭവം ഉണ്ടല്ലോ. ഇപ്പം 17ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ് കഥകളി സംഗീതം. ഇപ്പൊ 75 ആവുന്നു. അപ്പൊ എത്രയാ പാടിയിരിക്കുന്ന പിന്നെ എങ്ങനെയൊക്കെ നമ്പ്യാശാന്റെ കൂടെ അനവധി അരങ്ങുകളിലും
സ്വന്തമായിട്ട് ഈ പറയുന്ന മാതിരി അങ്ങനെ പിന്നെ ഇതിന്റെ പാടിയിട്ടുണ്ടെന്നല്ല ഉണ്ണീഷക്കുറിപ്പിന്റെ കൂടെ കുറെ പാടിയിട്ടുണ്ട്. അല്ലാതെ ആരുടെയും കൂടെ അധികം പാടാനുള്ള സന്ദർഭമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ തന്നെ അപനായിക്കാരൻ എന്നുള്ള മട്ടില് അങ്ങനെ പോയിട്ടേ ഉള്ളൂ. ഈ ആശാനെന്ന് ഇപ്പൊ കലാമണ്ഡലത്തില് പല പ്രഗത്ഭരായിട്ടുള്ള പല ആശാന്മാരുടെ കളരികളെ കുറിച്ച് പറഞ്ഞല്ലോ. അപ്പൊ ഇവരുടെയൊക്കെ കളരിയിൽ ചെല്ലിയാട്ടത്തിനാണല്ലോ പാടുന്നത്. അത് പാടുമ്പോഴുള്ള അതിന്റെ ഒരു വ്യത്യാസങ്ങളൊക്കെ എന്താണ്? അതിന് എനിക്ക് എന്റെ ഒരു ഊഹം വെച്ച് ഇപ്പം രാമകുട്ടി ആശാന്റെ കളരിയും കുഞ്ചാരാശാന്റെ കളരിയും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓരോരുത്തരുടെ ചിലർക്ക് പിന്നെ ഒരു പദം 1 or 2 പ്രാവശ്യമേ വേണ്ടു, ചിലർക്കത് ഒന്നുകൂടെ വേണം. അങ്ങനെ കുഞ്ചാശാനെ സംബന്ധിച്ച് പിന്നെ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ശരിയോ തെറ്റോ ഒന്നും ഇപ്പം നമുക്ക് പറയാൻ ഒക്കില്ല. അത് അവരുടെ കുഞ്ചാശാനെ പോലെയൊക്കെ ഇത്രയും അറിവും ഒക്കെ ഉള്ളൊരു ആള് ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എല്ലാവരുടെ കളിയിലും കുറേശ്ശെ വ്യത്യാസമുണ്ട്. പക്ഷെ അതൊന്നും ഈ വലിയ ഒരു വ്യത്യാസം എന്ന് പറയാനില്ല. ഇവരൊക്കെ തന്നെ പത്മനാഭനാശാനോ രാമകുട്ടി ആശാനോ കുഞ്ചു ആശാനോ സംഗീതത്തില് അവരൊക്കെ പാടാൻ വയ്യുന്ന മാത്രമേ ഉള്ളൂ. അവര് എല്ലാവരും സംഗീതത്തിൽ വാസനയുള്ളവരാണ്. പ്രത്യേകിച്ചും പത്മനാഭനാശാനൊക്കെ പിന്നെ പാടിയിരുന്നു. ഞാൻ ശങ്കടി പാടിയിട്ടുണ്ട് ഈ ചെല്ലിയാടത്തിന്റെ അവിടെ. അത് പാടാത്ത കുഞ്ചാശാൻ അങ്ങനെ പാടിയൊന്നുമില്ല. പക്ഷെ പാട്ട് കേട്ടാൽ അദ്ദേഹത്തിനൊക്കെ അത് നല്ലതാണെന്നൊക്കെ ഉള്ള നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരു പദത്തിന്റെ അവസാനം ചിലപ്പം ഒരു തവണയെ പാടും. വേറെ ചില ആശാന്മാർ അത് 2 തവണയാവും. അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അവരെല്ലാരും പഠിച്ച് ഒരാളുടെ ശിക്ഷണത്തിലാണല്ലോ. അപ്പം പഠിക്കാനുള്ള രാവണ്യമേനാശാന്റെ കളരിയിലാണ്. പക്ഷെ കാലവ്യത്യാസമുണ്ട്. കുഞ്ചാശാൻ പഠിച്ച സമയമല്ല മറ്റ് രാമകുട്ടിയാശാനോ മറ്റേ പത്മനാഭനാശാനോ പഠിച്ചിരുന്നത്. അപ്പൊ അവർക്കും തോന്നും ഇപ്പൊ രാവണ്യമേനാശാൻ തന്നെ ആദ്യം കാണിച്ചത് എന്ത് വ്യത്യാസമായിട്ട് ചിലപ്പോൾ കാണിച്ചു കാണും. കാരണം അവര് ഈ ആലോചിച്ച് അതല്ല ശരി ഇതാണ് ശരി എന്നൊക്കെ ആലോചിക്കുന്ന ആയിരുന്നല്ലോ. അതിപ്പം ഈ പാട്ടുകാരിലും ഉണ്ടല്ലോ. ഇപ്പം നമ്പിയാസൻ തന്നെ ഞാൻ പാടുമ്പോഴാ അതിങ്ങനെ ഒന്ന് മാറ്റി പാടിയാലെന്താ. ആശാൻ തന്നെ എന്നെ കൊണ്ട് ഞാൻ കേട്ടത്തോളം ഈ പിന്നെ രാവണ്യമേനാശാന്റെ കളരിയിൽ നിന്നാണ് ഈ പൊതുവാള് കൃഷ്ണൻകുട്ടി പൊതുവാളൊക്കെ ഒട്ട് ഇത്രയും വശമാക്കിയിരിക്കുന്നത്. അതുമാതിരി പാട്ടും അതെ. നമ്പിയാശാൻ പിന്നെ സംഗീതം വേറെ ഇവിടെ പഠിച്ചിട്ടുണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ബാക്കി കാര്യങ്ങളൊക്കെ ഈ ഇദ്ദേഹത്തിന്റെ കളരിയിൽ നിന്നാണ്. അപ്പൊ ഒരു കളരിയാശാൻ എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് എല്ലാത്തിലും പിന്നെ ഒരു ശ്രദ്ധയും വേണം. അതിലൊക്കെ ഒരു പിന്നെ അതിനെ പറ്റിയൊക്കെ നല്ല ധാരണയുണ്ടായിരിക്കണം. ഇപ്പൊ കൊട്ടിലും ഉണ്ടായിരിക്കണം, പാട്ടിലും ഉണ്ടായിരിക്കണം. എങ്കിലേ അവർക്ക് ഈ കല്യാണം അല്ല ഞാൻ വേഷക്കാരനാണ്, ഞാൻ പിന്നെ എനിക്ക് മറ്റൊന്നിലും ബാധ്യതയില്ലെന്ന് പറഞ്ഞിട്ട് ആശാൻ പിന്നെ പഠിപ്പിക്കാനൊക്കില്ല. കലാമണ്ഡലം കളരി തന്നെ ഇത്രയും ആശാന്മാരുടെ കളരിയിലും ഞാൻ എന്നെപ്പോലെ അങ്ങനെ അധികം പേരും ഉണ്ടായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത്രയും കാലം ഞാൻ ഇവരുടെ ഈ ചൊല്ലിയാട്ട കളരിയിലും എനിക്കിപ്പോ എല്ലാവരുടെയും ഇട്ടുകൾ എനിക്കറിയാം. അപ്പൊ അരങ്ങത്ത് പാടുമ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ ഇപ്പൊ കുഞ്ചാശൻ തന്നെ വന്ന കുഞ്ചാശന്റെ ചിട്ട ഇതാണെന്ന് എനിക്കറിയാം. രാമകൃഷ്ണന്റെ ചിട്ട ഇതാണെന്നറിയാം. അതുമാതിരി ഓരോരുത്തരുടെ ചിട്ട എനിക്കറിയാം. കാരണം ഞാൻ അത്രമാത്രം അവരുടെ കഥയിൽ പഴകിയിട്ടുണ്ട്.
അങ്ങനെയൊക്കെ എന്നെ സംബന്ധിച്ച് ഒരുപാട് അനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചുണ്ട്. പിന്നെ ഇപ്പൊ ഈ പറയുന്ന മാതിരി എംബ്രാന്തിരിയിൽ നിന്ന് ഹൈദരാലിയായിരുന്നു ഹരിദാസിനെ പോലെയൊന്നും കൂടുതൽ ഇങ്ങോട്ട് സഞ്ചരിച്ച് പാടാനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല. അത് വിചാരിച്ച ഒരു കുറവ് തന്നെയാണ്. കാരണം ആ കുറവിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് കലാമണ്ഡലത്തില് ഒരു നിബന്ധനകളൊക്കെ ഉണ്ട്. അവിടുത്തെ കളിയുണ്ടാകുമ്പോൾ പുറത്തു പോകാൻ പാടില്ല. പിന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഒരു ശരിക്കൊരു ചിട്ടയായ ഒരു ചക്കിടിക്കാരൻ എനിക്കില്ലായിരുന്നു. എംബ്രാന്തിരിക്കുള്ളതൊക്കെ ഗുണം അതാണ്. ഹരിദാസൻ അതിനുമുമ്പ് സുബ്രഹ്മണ്യനായിരുന്നു. അങ്ങനെ അയാള് സ്ഥിരമായിട്ട് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു യോജിപ്പ് വരും. അപ്പൊ ഞാൻ പോയി പാടുകയാണെങ്കിൽ എന്റെ കൂടെ തക്കാലം ആരെങ്കിലും വന്നാൽ അത് മോരും മുതിരും മാതിരിയുള്ള ഞാൻ ഉണ്ടാവും. അപ്പൊ എനിക്കൊരു സ്ഥിരം ഞാൻ അന്നൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോ എനിക്ക് ശരിക്കും സംഘടിക്കാറില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഹരിദാസനൊക്കെ പഠിച്ചതിന് ശേഷമാണ് പിന്നെ എന്തെങ്കിലും ഒരു അയാളെ വിളിച്ചോണ്ട് വരാനൊക്കെ സാധിച്ചുള്ളൂ. അതിനുമുമ്പ് തണ്ണീർമുക്കം വിശ്വമ്പൻ എന്ന് പറഞ്ഞൊരു പാട്ടുകാരന് കേട്ടിട്ടുണ്ട്. ഞാൻ റേഡിയോയിൽ ഇത് കേട്ടിട്ടുണ്ട്. അയാളായിരുന്നു എന്റെ കുറെ അധികം ശക്തി. നല്ല പാട്ടുകാരനല്ല, നല്ല പാട്ടുകാരനായിരുന്നു. അത് കുട്ടക്കുറുപ്പിന്റെ ഒക്കെ ശിഷ്യനായിരുന്നു. കുട്ടക്കുറുപ്പിന്റെ ഏതാണ്ട് വഴികളൊക്കെ ഉണ്ട്. പക്ഷെ കുട്ടക്കുറുപ്പിന്റെ പാട്ടിന് എനിക്ക് അധികം കേൾക്കാൻ പറ്റിയിട്ടില്ല. അത് വളരെ ഭംഗിയായിട്ട് പാടിയിരുന്ന ഒരു മനുഷ്യനാണെന്ന് ഈ ചേർത്തല തങ്കപ്പണിക്കരൊക്കെ പറഞ്ഞേ എനിക്ക് അറിവുള്ളൂ. നല്ല ഭാവമായിട്ടുമൊക്കെ അല്ല ഇവിടെ തന്നെ ഇവിടങ്ങളിലും അന്ന് കുറുപ്പിന്റെ പാട്ടിനെ പറ്റി വലിയ അഭിപ്രായമായിരുന്നു. പക്ഷെ എന്തോ അദ്ദേഹം നമ്മളൊക്കെ ഇത്തിരി ഒരു ഇത് പ്രായമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ശബ്ദം ഞങ്ങൾ ഒരേ അരങ്ങത്ത് ഈ വാഴപ്പള്ളി അവിടെ ചങ്ങനാശ്ശേരിയൊക്കെ കുട്ടക്കുറുപ്പ് ഒരു സെറ്റ്, ഞാനൊരു സെറ്റ്, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ രാധാകൃഷ്ണനായിട്ട് പാടുന്ന അന്ന് ഹരിദാസുമായിട്ട് പാടുന്നുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ ഈ നമ്മൾ എടുത്തു വെക്കില്ല, ഓരോരുത്തരും ഇങ്ങനെ എടുത്തു വെച്ച് പിന്നെ അവര് പറയും. അതുമാതിരി ഒരുപാട് ഇവിടുന്ന് ഇത് കളവ് പോയിട്ടുണ്ട്. കുഞ്ചുവാശാൻ ചിട്ടപ്പെടുത്തിയ ഒരു ചിത്രാംഗത എന്നുള്ള ഇതുണ്ടായിരുന്നു. അതെന്റെ ഈ റെക്കോർഡ് ആരോ എനിക്ക് തന്നു. അതെന്ന് വെച്ചാൽ എന്റെ അന്ന് നല്ല കാലത്ത് പാടിയതാണ്. അത് കേട്ട എനിക്ക് തന്നെ ചില ഒരു ഇതൊക്കെയുണ്ടായി. അത് ഞാൻ ഇവിടെ വച്ചിരുന്നത് ആരോ കൊണ്ടുപോയി. അത് പിന്നത് കിട്ടിയിട്ടുമില്ലെങ്കിൽ സ്വതേ പറഞ്ഞാൽ എനിക്കൊരു പൊന്നാരി പാടാൻ ത്രാണിയാക്കിയത് ഈ മൈനർ സെറ്റ് കളിയിൽ നിന്നാണ്. അതുപോലെ ഈ വേഷക്കാർക്ക് എല്ലാവർക്കും ഇപ്പൊ ഗോപി തന്നെ ഈ പണ്ടൊക്കെ ഈ ഗോപിയെ സംബന്ധിച്ചും അയാൾ സ്ത്രീവേഷം കിട്ടിയിട്ടുണ്ട്, താടി വേഷം കിട്ടിയിട്ടുണ്ട്. ഏതിലാ ഒരു ഉയർന്നു ആശാന്മാര് പരീക്ഷിച്ചു നോക്കുമായിരുന്നു. ഏതാ ഇയാൾക്ക് ചേരുന്ന വെച്ചാൽ നീളമൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ചുവന്നാടിക്കാരനാക്കിയാൽ അങ്ങനെ. പക്ഷെ അതിലൊക്കെ അയാൾ ജനിച്ച് പിന്നെ ഈ മൈനർ സെറ്റ് കളി കൊണ്ടുള്ള ആ ഒരു ഗുണം, തലയും കിരീടമൊക്കെ വെച്ച് ഉറയ്ക്കാനും അതിന്റെ ആട്ടങ്ങൾ പഠിക്കാനും നളയതൊക്കെ പിന്നെ അതിന്റെ ആട്ടങ്ങൾ പഠിക്കാനും അതുമാതിരി തന്നെ കൊട്ട് കലാമണ്ഡലം കേശവനും ഒക്കെ കൊട്ടും കേശവ പൊതുവാള് പിന്നെ നമ്പീശൻകുട്ടി അങ്ങനെയൊക്കെ ഞങ്ങളുടെ ആ ഒരു അതുമാതിരി പിന്നെ അത് അങ്ങനെ ഉണ്ടായിട്ടില്ല. ആ ഒരു അന്നത്തെ ഒരു കാലം മാതിരി. പിന്നെ അതിന് ശേഷമൊക്കെ ഇപ്പം ധാരാളം കുട്ടികൾ പഠിച്ചിട്ടില്ലേ. എന്താ മൈനർ സെറ്റൊന്നും അത്ര ഒരു വിജയമൊന്നും അന്ന് ഈ മേജർ സെറ്റിനെക്കാട്ടിയും ഒരുപാട് കളി മൈനർ സെറ്റായിരുന്നു. അത് പിന്നെ മലബാറിലും കൊച്ചിയിലും
തിരുവിതാംകൂറിലെ ഉള്ളു വളരെ ചുരുക്കമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കളി ആ മൈനർ സെറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് കഥകളി എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു കലയാണ്. ആ കൂട്ടായ്മ അപ്പൊ അങ്ങനെ ഒരു സംഗതി നന്നായിട്ട് ഈ മൈനർ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഉണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ അതിന് അടിസ്ഥാനം ഇട്ടുതന്ന ഈ ആശാന്മാരെ എത്ര പറഞ്ഞാലും മതിയാവില്ല. നമ്പിയാശാൻ, ഈ പത്മനാഭരാശാനൊക്കെയാണ് അതിന് മുൻകൈ എടുത്തത്. അപ്പൊ അവര് അത് നേരത്തെ കണ്ട് പിന്നെ അങ്ങനൊരു മൈനർ സെറ്റ് ഉണ്ടായ അത് അവർക്ക് ഗുണമായിരിക്കും. അത് ഗുണം തന്നെ ഉണ്ടായത്. പിന്നെ കലാമണ്ഡലത്തിലെ ഈ അധികവും ആശാനുള്ളപ്പം നള്ളായിരുന്നൊക്കെ എനിക്ക് ഈ ചിട്ടപ്രധാനമുള്ള കഥകളാണ് പാടാൻ തരുന്നത്. ഇപ്പം രാമകൃഷ്ണന്റെ നരകാസുരവധവും അങ്ങനെ അല്ലെങ്കിൽ ഉത്ഭവവും അങ്ങനെയുള്ള ചില കഥകള് മറ്റേതൊക്കെ ആശാനും രാമവാരോ അല്ലെങ്കിൽ ആരെങ്കിലും നളയരുതൊക്കെ പാടി അങ്ങ് പോവും. നമുക്ക് അതിനുള്ള ആ ഒരു കാലവും വളരെ ചുരുക്കമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴല്ലേ അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ കലാമണ്ഡലത്തില് സ്ഥിരം അധ്യാപകരായിരുന്ന അവര് പറയുന്നത് കേൾക്കട്ടെ, അങ്ങനെ എളുപ്പം കാലത്തെ കാണാൻ ചെന്ന് വെച്ചിട്ട് ഇതൊക്കെ ഈ ഇങ്ങനെയുള്ള പാടാനേ അവസരം അധികം കിട്ടിയിട്ടുള്ളൂ. പക്ഷെ മൈനർ സെറ്റുകളിൽ അങ്ങനെയല്ല. മൈനർ സെറ്റ് അങ്ങനല്ല. അത് പിന്നെ എല്ലാ കഥകളും ആദ്യ അവസാനം ഞാൻ തന്നെയായിരുന്നു എല്ലാം. എന്റെ കൂടെ ഇത്രയും ഈ കടയ്ക്കാവ് വേൽക്കുട്ടിനാനും തന്നൊരു വലിയ സംഗീതജ്ഞൻ എന്നെ പഠിപ്പിക്കാൻ കുറച്ചു കാലം അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ പഠിക്കാനിടയായി. അന്ന് രജിസ്റ്റർ കേട്ട് കണ്ടില്ല, വൈക്കം വാസം എന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അനിയൻ എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ പിന്നെ പഠിച്ച ആള് ഈ വേൽക്കുട്ടിനായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടപ്പോൾ എനിക്ക് വളരെ ആസ്വാദ്യതയായിരുന്നു ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഈ സംഗീതം ഉടനീളം പഠിക്കാനുള്ള സാധ്യത ഉണ്ടായില്ലെങ്കിലും ഏതാണ്ട് അത് കേട്ടാലും ഒക്കെ ആസ്വദിക്കാനുള്ള ആ കഴിവുണ്ടായിട്ടാണ് ഞാൻ കലാമണ്ഡലിൽ പോകുന്നത്. അങ്ങനെ അതിന്റെ ഒരു ഗുണമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അന്നത്തെ ആദ്യം ഉണ്ടായ ആ ഒരു ഗുണം വളരെ, എന്ന് വെച്ചാൽ എന്നെ പോലെ അന്ന് ബാക്കിയുള്ള കുട്ടികള് എംബ്രാന്തിരിയൊക്കെ കുറച്ചൊക്കെ സംഗീതമൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിലും നല്ലൊരു വഴിയല്ലായിരുന്നത്. അപ്പൊ ഞാൻ പഠിച്ചതാണ് ഏറ്റവും ശരിയായ വഴി. കാരണം ഏറ്റവും പ്രസിദ്ധനായ പിന്നെ ഒരു 2 കൊല്ലമായുള്ള അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ഉള്ള അറ്റത്ത് ഈ വലിയ സംഗീതജ്ഞൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു ശിക്ഷണത്തിൽ കിട്ടിയ ആ പാട്ടിന്റെ ഒരു ഇതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്. അങ്ങനെ അതും കൊണ്ടാണല്ലോ അവിടെ ചെന്ന് ഈ കഥകളിപ്പാട്ട് പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ അതിൽ നിന്ന് ആ കേട്ടതിന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഉള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്കുള്ള കഴിവ്. ഒരാളുടെയും മനസ്സിൽ വരുന്ന ഒരു രൂപത്തിലൊന്നും അല്ല ആശാൻ ഒരു രാഗത്തെ ആശാൻ സമീപിക്കുന്നത്. അതിലെ കലാനിലെ ഉണ്ണീഷൻ എവിടെ പറഞ്ഞു എങ്ങനെയൊക്കെ നോക്കിയാലും വെങ്കാരേട്ടനെ അനുകരിക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നൊന്ന് പാടുന്നതായിരിക്കില്ല, ചിലപ്പോ നാളെ. ഈ ഒരേ ശൈലിയല്ല. എനിക്ക് അപ്പോ ചിലത് തോന്നും, അപ്പോ പാടും എന്നുള്ള ഒരു രീതിയാണ്. ചിലർക്ക് ഇപ്പം എംബ്രാന്തിനെ സംബന്ധിച്ചൊക്കെ അയാൾ ഇന്നലെ പാടുന്നത് തന്നെ ഇന്നും പാടും. എനിക്കത് പറ്റില്ല. അതിങ്ങനെ മാറി മറിഞ്ഞു പോകും. ഇത് അധ്യാപനത്തിൽ ഇത് വലിയ പ്രശ്നമായിട്ടുണ്ടോ? ഈ കുട്ടികൾക്ക് പാടിക്കൊടുക്കുന്ന സമയത്ത് ഈ ഇന്ന് പാടുന്നത് നാളെ പാടുന്നത് ഉണ്ടാവും, മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവരുടെ സാമർഥ്യം കണ്ടാൽ നമുക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ നമ്മളത് പിന്നെ അംഗീകരിച്ചു കൊടുക്കും. അതേ നമുക്ക് പറയാമോ. ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിലും ഇച്ചിരി കേമായിട്ടൊരു കുട്ടി പാടിയാൽ അവന് അത്രമാത്രം അനുമോദിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടായിട്ടുണ്ടോ? വളരെ ചുരുക്കമാണ്. കുട്ടികൾ വാസനയുള്ള കുട്ടികളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഗീതം പഠിച്ച് ഏതാണ്ട് ഒരു ഇതായി വരുന്ന കുട്ടികളൊന്നും
അങ്ങനെയല്ല, എല്ലാം ഈ കഥകളിപ്പാട്ടിന് വേണ്ടി വരുന്ന കുട്ടികൾ. പിന്നെ ഓരോരുത്തരുടെ പാട്ട് കേട്ടിട്ട് അവരുടെ ജ്ഞാനം കൊണ്ട് പാടുന്നതാണ്. അല്ലാതെ പഠിച്ച് ഒരു ഞാൻ ഇച്ചിരി കീർത്തനങ്ങളൊക്കെ പഠിച്ച് ഏതാണ്ടൊക്കെ അങ്ങനെ ആ സമയത്താണ് എന്റെ അങ്ങോട്ടുള്ള യാത്ര. അപ്പൊ അത് പൂർത്തിയാക്കാനും പറ്റിയില്ല. അങ്ങനൊരു മനസ്താപമുണ്ട്. അപ്പൊ അത് കേട്ട് അദ്ദേഹം പാടിയിരുന്ന ഇങ്ങനെയാണുള്ള നിന്നരാണ് കരകരപ്രിയം മറ്റും അങ്ങനെ ഒരുപാട് രാഗങ്ങള് ഇതൊക്കെ കാരന്റെ ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. കരകരപ്രിയ അങ്ങനെ അതുമാതിരി ഇങ്ങനെയൊക്കെ ചില ഒരുപാട് കീർത്തനങ്ങളൊക്കെ പഠിച്ചു. അതിൽ നിന്നൊക്കെ ഞാൻ ചിലത് ചേകഞ്ഞെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ നാദസ്വരം കേൾക്കാറുണ്ടായിരുന്നു. നാദസ്വരം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നല്ല നാദസ്വരക്കാരുടെ കച്ചേരി എവിടെ ഉണ്ടായിരുന്നു ഞാൻ പോവായിരുന്നു കേൾക്കാൻ. ഈ അടിസ്ഥാനപരമായിട്ടുള്ള സംഗീതമോ നാദസ്വരമോ ഈ സിനിമാ പാട്ടിലൊന്നും വലിയ ഇതൊന്നുമില്ല. എനിക്കത് കേട്ടായിട്ട് മനസ്സിലാവുകയില്ല. പിന്നെ ചില രാഗങ്ങളൊക്കെ ഇപ്പൊ യേശുദാസൊക്കെ ചില രാഗങ്ങളൊക്കെ പാടുന്നില്ല. അത് സെമി ക്ലാസിക്കലാണ്. ഒരു രാഗം തന്നെ അങ്ങനെ നിൽക്കില്ല. അതിന് മാറി മറിഞ്ഞ് പോവുമല്ലോ ചിലപ്പോ. പക്ഷെ അവരത് എങ്ങനെ ഒരു സംവിധായകൻ അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ശരിക്ക് ക്ലാസിക്കൽ സംഗീതം അത് കേട്ടാലുള്ള ഒരു സുഖം വേറെ ഏതിൽ കേട്ടാണെങ്കിലും എന്നെ സംബന്ധിച്ച് എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു നല്ലൊരു കച്ചേരി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പൊ ആരുണ്ട് ഒരു കച്ചേരിക്കാരൻ ക്ലാസിക്കലായിട്ട് പാടുന്നേ? എവിടെ ചെന്നിരുന്നാലും സിനിമാ ഗാനം പാടണം എന്നുള്ളതല്ലേ ആളുകൾക്ക്. പിന്നെ ശരിക്കൊരു ഇപ്പൊ ചേർത്തല ഭഗവാനന്മാരൊക്കെ പറഞ്ഞ അവരുടെ ഗുണം അതായിരുന്നു. അവര് ശരിക്കുള്ള ക്ലാസിക്കൽ സംഗീതം നല്ലവണ്ണം അഭ്യസിച്ച് പിന്നെ കച്ചേരി നടത്തി ഇരുന്ന ആളാണ്. അപ്പൊ അത് കേട്ട ഈ സിനിമാ ഗാനം കേൾക്കുമ്പം ഈ ദേവരാജൻ പരവൂർ ദേവരാജൻ ഞാൻ എന്നെ പഠിപ്പിച്ച ആള് പരവൂർ ദേവരാജന്റെ അച്ഛനായിരുന്നു, മൃദംഗിസ്റ്റായിരുന്നു. കൊച്ചുഗോവിന്ദൻ ആശാൻ എന്ന് പറയും ദേവരാജന്റെ അച്ഛൻ. അദ്ദേഹമായിരുന്നു ഇദ്ദേഹത്തിന്റെ എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്റെ മൃദംഗിസ്റ്റ്. അപ്പൊ ഈ ദേവരാജൻ ഇദ്ദേഹത്തിന്റെ കച്ചേരി ഒരുപാട് കേൾക്കാൻ ഒരുപാട് പോയിട്ടുണ്ട് പോലും. അന്ന് ദേവരാജൻ ചെറുപ്പമായിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ കച്ചേരി അച്ഛൻ പിന്നെ മൃദംഗിസ്റ്റ് ആയിരുന്ന ആ കച്ചേരി കേൾക്കാൻ ഒരുപാട് കച്ചേരിക്ക് ഈ ദേവരാജൻ പോയിട്ടുണ്ട്. അതിന്റെ ഒരു ഗുണമായിരുന്നു അദ്ദേഹം ഈ ഗാനങ്ങളൊക്കെ കമ്പോസ് ചെയ്യുന്നതിന്റെയൊക്കെ. അങ്ങനെ ഇദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ വെല്ലുകുട്ടി സാറ് ഇദ്ദേഹത്തിന്റെ കച്ചേരിയുടെ റെക്കോർഡുകളൊക്കെ ഉണ്ടോ? ഗുരുനാഥന്റെ ഇവിടുത്തെ പിന്നെ റെക്കോർഡ് ഇല്ല. ആ കാലത്ത് ഒന്നും എടുത്തു വെക്കാൻ ഇപ്പം വല്ല റേഡിയോ സ്റ്റേഷനിലെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതെ ഈ റെക്കോർഡായിട്ട് പിന്നെ വേറെ ഇല്ല. ഇപ്പൊ വൈക്കം നിന്നാണ്ട് തന്നെ വല്ല റേഡിയോ സ്റ്റേഷനിലൊക്കെ അതുമൊക്കെ പഴയതായി പോയി ഒക്കെ ആരും ശ്രദ്ധിക്കാതായിട്ടുണ്ട്. അവരുടെ ഇപ്പം വാസുദേവനായുടെയൊക്കെ പാട്ട് അന്നത്തെ കാലത്ത് എന്റെ കുട്ടിക്കാലത്ത് വാസുദേവനായുടെ കച്ചേരി എവിടെ ഉണ്ടായിരുന്നാലും അല്ലെങ്കിൽ നാടകം ഉണ്ടായിരുന്നാലും ഈ കാണാൻ വളരെ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഈ ഒരു പിന്നെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും
പിന്നെ അത് പിന്നെ റെക്കോർഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ റേഡിയോയിലൊക്കെ പാടുന്ന ചിലപ്പോ കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ പഴയതായി പോയി. ഇപ്പൊ ഞാൻ തന്നെ എത്രയോ എണ്ണിയാലൊടുങ്ങില്ല ഈ കോഴിക്കോടും തൃശ്ശൂരും തിരുവനന്തപുരത്തും ഒക്കെ പാടിയിട്ടുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോൾ ചിലപ്പം എന്നെ വിളിച്ചാൽ എനിക്ക് പോകാൻ സൗകര്യം ഇല്ലാത്ത അന്ന് അവര് ഏതെങ്കിലും എടുത്ത് എനിക്ക് പാരായണം അന്ന് എടുത്ത് വയ്ക്കും. അങ്ങനെ ചിലത് അത് വളരെ ചുരുക്ക ചിലതൊക്കെ നന്നായി വളരെ കേമായിട്ടുണ്ട്. തൃശ്ശൂർ തന്നെ ഒരുപാട് പിന്നെ നളയരത്തിന്റെ ഈ 1-ാം ദിവസത്തിന്റെ ഈ ആള് അധികം കളിക്കാത്ത ഭാഗങ്ങളൊക്കെ ഗംഭീരമാണ്. ഞാൻ ഇന്നലെ തന്നെ ഒരു ചെറിയൊരു ഇത് ഞങ്ങളുടെ കയ്യിലുള്ളത് അത് ഈ സാർത്തവാഹന്റെ അത് 2-ാം ദിവസം 2-ാം ദിവസത്തില് ആ ലഹരിയൊക്കെ കിംദേവി അതൊക്കെ വേറെ ആരും അങ്ങനെ പാടിയിട്ടില്ല. കാരണം ഞാൻ ഒന്നിനും പിന്നെ ഈ റേഡിയോയിലൊക്കെ അതൊക്കെ പാടിയിട്ടുണ്ട്. അതൊക്കെ എന്ത് ഭയങ്കര ഭംഗിയുള്ള പദങ്ങളാണ്, നല്ല പദങ്ങളാ. പക്ഷെ ആരും അതൊന്നും പാടാറില്ല, കാരണം അറിഞ്ഞൂടാ. ഈ ആശാൻ നളയരുതൊക്കെ പഠിക്കുന്ന സമയത്ത് നളയരുതൊക്കെ അക്ഷരം ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ ഉൾപ്പെടെ പഠിക്കാറുണ്ടായിരുന്നല്ലേ? അല്ല, അങ്ങനെ ആശാൻ അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു? അതല്ല ആവശ്യപ്പെട്ടതല്ല, എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്പിയാശാൻ തന്നെ ഇതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നളയരുത് മുഴുവൻ ഒരു ഈ കളിക്കുന്ന ഭാഗം മാത്രമല്ല, അതിന്റെ കളിക്കാത്ത ഭാഗങ്ങളും എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിപ്പോഴത്തെ പാട്ടുകാർക്കാർക്കും അറിയില്ല. ഞാൻ പറയാണ്, ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് സാധനം ചെയ്തിട്ടുണ്ട് രാത്രി. അത് ഇവിടെ ഇവിടെ അല്ല, മറ്റേ പഴയ കലാമണ്ഡലത്തില് ഭാരതപ്പുഴയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞിങ്ങനെ പോകുന്ന സമയത്തൊക്കെ 3 മണിക്ക് എന്നുവെച്ചാൽ വേഷക്കാർക്ക് എഴുന്നേക്കേണ്ട സമയം, പാട്ടുകാരും എല്ലാവരും ഈ 3 മണിക്ക്. അങ്ങനെ അത്രയും ഞാൻ ഈ പിന്നെ എന്നെ പോലെ കഷ്ടപ്പെട്ടവര് വളരെ ചുരുക്കം പേരേ ഉള്ളൂ. എന്നാലും അടിയും ഭയങ്കരമായിരുന്നു. ഈ ശിവരാമനാരാശാന്റെ അടി എത്രയാ തല്ലുകൊണ്ടിട്ടിരിക്കുന്നു, നിവൃത്തിയില്ല. നമ്പ്യാശം വന്ന് പിന്നെ എന്നെ തല്ലിയിട്ടൊന്നും, ഈ പഠിപ്പിക്കുന്നതിന് തല്ലിയിട്ടൊന്നുമില്ല. ഞാൻ പഠിക്കുമല്ലോ. മറ്റേ അദ്ദേഹത്തിന് പിന്നെ അങ്ങനല്ല, അത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും തല്ല് അവരുടെ ഒരു സ്ഥിരം പതിവായിരുന്നു. അങ്ങനെ ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ല, അത് അതിന്റെ അനുഭവം കുറച്ചൊക്കെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. എത്ര കഷ്ടപ്പെട്ടതിന്റെ അനുഭവങ്ങൾ. ഒരു പൊന്നാനി ഭാഗമാകുമ്പം സമയം പാലിക്കേണ്ടതെന്നൊക്കെ അവരുടെ കടമയാണല്ലോ. ഒരു വേഷക്കാരൻ ഇറങ്ങിപ്പോകുന്നു ചില പദങ്ങൾ കുറയ്ക്കും. അത് ചിലർക്ക് ഇഷ്ടം പോയില്ല. നേരം വിളിച്ച് 8 മണിയായാലും അവരുടെ പദം മുഴുവൻ വേണം. മാങ്കുളം കൃഷ്ണൻ പോയി ആ ഒരു കാലഘട്ടം പറയാം. അങ്ങേർക്ക് അങ്ങയുടെ ആ പദങ്ങളെല്ലാം ചെല്ലുവാണെങ്കിൽ അങ്ങേർക്ക് വളരെ സന്തോഷം. ആ ഗംഗാനെ പോലൊരു പാട്ടുകാരനില്ല. ഗാനഗന്ധർവൻ എന്നും പറഞ്ഞ് നോട്ട് ഇതൊക്കെ അഴിച്ചിട്ട് അങ്ങേര്. അതേമാതിരി തന്നെ കൃഷ്ണനായാലും അദ്ദേഹം പ്രവർത്തിക്കാനൊക്കെ വളരെ സന്തോഷമാണ്. അതുമാതിരി കുഞ്ചുവാശാന്റെ വേഷം. ചിലര് രാമകുട്ടികാരൊക്കെ ഉണ്ട്, അത് കർശനമായ ചില നിലപാടുള്ളവരാണ്. ആ ചിട്ടയിൽ നിന്ന് ഒട്ടും വ്യതിചലിക്കാത്ത ആളുകൾ. അത് ഒരു നെല്ലിടന്നിട്ട് പകരം പിന്നെ മാറിയാൽ അവർക്ക് ദേഷ്യം വരും, അവർ തിരിഞ്ഞു നോക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു അനുഭവമാണ്. അതൊന്നുമില്ല. തെക്കൻ നടന്മാര് കുറെ വളരെ ഭേദമായിരുന്നു. ഈ വടക്കൻ നടന്മാരെ വേണ്ടിയിട്ട് വടക്കൻ നടന്മാരെ ഇപ്പൊ കുഞ്ചുവാശാനൊക്കെ എത്രയോ നല്ല സ്വഭാവക്കാരാണ്. പക്ഷെ അത് അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി നോക്കുന്നത് ഓരോന്നും. രാമപുരം കൃഷ്ണനാരായണ എനിക്കെല്ലാം ആയി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്ക് പിന്നെ എന്തോന്ന് അയാൾക്കിപ്പോ ഒരു പദം പോരാലോ, അല്ലെങ്കിൽ ഒരു പദം കുറച്ചാലോ. എന്നെ അറിയുന്നവരെ എന്നെ അറിയും. അങ്ങനെ ഒരു മനോഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ അതാണ്. ഞാൻ എന്റെ ഒരവസ്ഥയിലും പറയും, ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു പൊന്നാനി ഭാഗങ്ങളില്
ഒട്ടും കുറയാത്തൊരു സാധനം എനിക്കും ഉണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്കും എന്റെ എന്നോടും ആയാലും പുസ്തകം വന്നാൽ ഞാനും സമ്മതിക്കില്ല. അപ്പൊ ഈ ഏറ്റവും ഇണങ്ങിപ്പോവാൻ എന്റെ അടുത്ത് കൊച്ചുകുണപ്പിള്ള എന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് പിന്നെ യാത്രകളും സഹകരണമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. എന്നെ കലാമണ്ഡലത്തിൽ പറഞ്ഞേക്ക് പാട്ട് പഠിപ്പിക്കാൻ ഒരു മുഖ്യ ഉപദേശം കൂടിയാണ്. നല്ല മനുഷ്യൻ. ഇപ്പൊ ഉള്ളവർ അങ്ങനല്ല. ഒരിച്ചിരി തലയെടുപ്പ്. ഇപ്പൊ കലാമണ്ഡലത്തിലുള്ള ചില ആളുകളൊക്കെ ഇപ്പം തലയെടുത്ത് തുടങ്ങിയിരിക്കുന്ന ആള് തന്നെ. അവരൊന്നും എന്ത് സ്വഭാവക്കാരാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നോടാരും ഇപ്പം പറയാറൊന്നുമില്ല. ഇപ്പൊ ഗോപി എന്നൊക്കെ പറഞ്ഞ ഗോപി പിന്നെ അങ്ങനെ അതിൽ ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും അയാൾ ചിന്തിക്കുകയാണെങ്കിൽ നല്ലതാ. കാരണം എന്നെ പോലെ അയാളോട് സഹകരിച്ചിട്ടുള്ള ഒരു മനുഷ്യനില്ലല്ലോ. ഈ കുട്ടിക്കാലം മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച ആളുകളെന്നുള്ള നിലയ്ക്കും അയാളുടെ വേഷത്തിന് അധികം പാടിയിട്ടുള്ളൂ എന്ന നിലയ്ക്കും പിന്നെ എന്നോട് ഈ പുനട്ടും ഉന്നായ്മയും കാണിച്ചാൽ എനിക്കിപ്പോ അതുകൊണ്ട് വലിയ നഷ്ടമൊന്നുമില്ല. ഇപ്പൊ കൊണ്ടുവന്ന കളി കുറയായിരിക്കും. എനിക്കിനി അധികം കളിക്ക് പോകണമെന്നും വലിയ താല്പര്യമൊന്നുമില്ല. എന്നെ സ്നേഹിക്കുന്നവരെ എന്നെ തന്നെ വിളിക്കും. എന്റെ പാട്ട് കേൾക്കണമെന്നുള്ളവർ വിളിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ ഒരുത്തന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടുണ്ടാവും. പിന്നെ അങ്ങനൊന്നും എനിക്കിപ്പോ പോകേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഹരിദാസും കൂടെ പാടുന്ന സന്ദർഭത്തില ഒരു മേളപ്പദം പാടി കഴിഞ്ഞപ്പം നല്ല ജനക്കൂട്ടമുണ്ടായിരുന്നു. അപ്ലാസ് മയമായിരുന്നു. ഇന്ന് വരെ കഥകളി ഗായകന് ഒരു അപ്ലാസ് കിട്ടുന്ന ഞാൻ കണ്ടിട്ടില്ല. അതിന് ശേഷവും അതിന് മുമ്പും ഉണ്ടായിട്ടില്ല. അതുമാതിരി ചെർപ്പളശ്ശേരി അങ്ങനെ ഞാൻ കർണാടകം പാടിയത് പാടിക്കഴിഞ്ഞ ഏതാണ്ടൊരു 11 എന്തികം മനസ്സ് അത് കഴിഞ്ഞപ്പം ഭയങ്കര ക്ലാസ്. അന്ന് ഉണ്ണീഷക്കുറുപ്പുണ്ട് അവിടെ പാടാൻ. അയാൾക്ക് ഇത് തോന്നാനിപ്പോ അയാൾക്ക് പാടാതിരിക്കുക. അത് പീടി കൂടെ പാടിയൊരു കർണശോധ അത് ഞാൻ കേട്ടിട്ടുണ്ട്. കാസറ്റ് അത് അവിടെ റെക്കോർഡ് പല ആളുകളുടെയും കയ്യിലുണ്ട്. പട്ടാമ്പി ആ ഭാഗത്തൊക്കെ പീടിയായിരുന്നു. അപ്പൊ ഈ ഇതിൽ ഈ പതിഞ്ഞ പദങ്ങളൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് രാഗങ്ങൾ നമ്മൾ വളരെ വിരിച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ 56 വർഷകാലത്തിലൊക്കെ വിരിച്ചു വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. പതിഞ്ഞ പദം പാടണമെങ്കിൽ തന്നെ അതില് വരണ്ട സംഗതികളെ ഒരു താളവട്ടത്തിൽ ഇപ്പം 64 അക്ഷരക്കാലത്ത് പാടുകയാണെങ്കിൽ 14 14 28 56 അക്ഷരം 56 അക്ഷരക്കാലത്തിൽ പാടുമ്പോ ഇപ്പം ഭാര്യ കിടന്നോ ഒക്കെ പാടുമ്പോ പിന്നെ അതിനകത്ത് ചില സംഗതികളെ വരാൻ പാടുള്ളൂ. അത് വരുത്തി പാടുന്നവനാണ് ശരിക്കൊരു പാട്ടുകാരനെന്ന് പറയാം. എങ്ങനെയെങ്കിലും ഈ 56 അക്ഷരത്തിൽ കൊണ്ടുവന്നവർക്ക് കുറെ പിഴവുകളും ചേർത്ത് പാടിയല്ല അത് ശരിയാവില്ല. അപ്പൊ ഓരോന്നിന്റെ ഓരോ കാരണമുണ്ട്. നില്ലടാ നില്ലടോ നീയുള്ളൂ എന്റെ എന്ന് പറയുന്നത് ഈ 56 അക്ഷരക്കാലത്തിൽ പാടുന്നു. അതിന്റെ ഇടയ്ക്ക് ഗംഭീര വിക്രമ എന്നൊക്കെ പാടുന്നത് അത് ഓരോന്നിനും ഓരോ ഭാവം. ആൺകുട്ടികാരൊക്കെ നിർബന്ധം. അപ്പൊ ഞാൻ തന്നെ വേണമെന്ന് അയാളെ വേണ്ടതിനൊക്കെ ആ ഭാവം ശരിക്കും വേണമെങ്കിൽ വേറെ ആര് പാടിയാലും അത്ര ഒക്കുന്നില്ല. ഇപ്പോഴുള്ള പാട്ടുകൾ കഥ പറയാൻ
അല്ല ഈ ഇങ്ങനെ വളരെ ധാരാളം പരിമിതികൾ വെച്ചുകൊണ്ട്, പരിമിതികളല്ല പരിധികൾക്കുള്ളിൽ, അതായത് ഇപ്പൊ ധാരാളം സംഗതികളൊന്നും പാടാൻ പാടില്ല, ഇന്ന സ്വരങ്ങൾ ഇന്ന സ്ഥാനത്ത് വരികയാകാവൂ, അങ്ങനെയൊക്കെ ഇങ്ങനെ വളരെ വിസ്തരിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു സമ്പ്രദായം തന്നെയല്ല കഥകളി സംഗീതത്തിന്റെ കേമത്വം. പക്ഷെ ഈ കച്ചേരി ഇപ്പം കച്ചേരികളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള പദങ്ങളൊന്നും അവിടെ കേൾക്കാറുമില്ല. കഥകളിയുടെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത്, കഥകളി സംഗീതത്തിന്റെ ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ പതിഞ്ഞ പദങ്ങളുടെ ഒരു ആ ഒരു ഘടകമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഹരനാട്ടിൽ പാടുമ്പോൾ എങ്ങനെയും പാടാം. അത് ഇടക്കാലാണ്, മധ്യമകാലം എന്ന് പറയും. അതിൽ പിന്നെ എന്ത് സംഗതികളും ചേർക്കാം, അവന്റെ കേമത്തിന് എന്ത് വേണമെങ്കിലും ആകും. അതായത് ഉണ്ണിക്കുറിപ്പൊക്കെ ഈ കീഴോടൊക്കെ പാടുമ്പോ ഈ താനെ വന്നിരുന്നു അതൊക്കെ ഒരു പടമുണ്ട്. അപ്പൊ അവരുടെ വേഷക്കാരന്റെ ഈ നാളെയും ഒക്കെ കാണിക്കുമ്പോൾ ഓരോരോ ഭാവത്തിലും അയാളൊക്കെ എനിക്ക് അതൊരു സംഭവമാണ്. അതിനനുസരിച്ചൊക്കെ പാടിയിരുന്നാലും ഉണ്ണിക്കുറിപ്പൊക്കെ അതാണ് മാസന ബലം കൊണ്ട് ഒക്കുന്നത്. സംഗീതം അറിഞ്ഞിരുന്നോണ്ടും കാര്യമില്ല, അത് നല്ലവണ്ണം ആ ഉള്ളിൽ തട്ടി അവന്റെ ഭാവം പുറത്തേക്ക് വിടണമെങ്കിൽ അതിന് ഒരു പ്രത്യേകിച്ച് കഴിവ് വേണം. ഇപ്പൊ തന്നെ ഈ കാമ്പോജി രാഗത്തിലുള്ള രണ്ട് പതിഞ്ഞ പദങ്ങൾ, ഇപ്പൊ ഒന്ന് ബാലകൾ എന്നുള്ളതും ഇപ്പൊ കഞ്ചതള ലോകന എന്നുള്ള രണ്ടും പതിഞ്ഞ പദങ്ങളാണ്, രണ്ടും കാമ്പോജി രാഗമാണ്. എന്നാലും ഒന്ന് ശൃംഗാരവും ഒന്ന് കരുണമാണെന്നുള്ള വ്യത്യാസമുണ്ടല്ലോ. അപ്പൊ ഈ വ്യത്യാസം വരുത്തുന്നത് ഇതിന്റെ ഇപ്പൊ ഭാവം എന്നുള്ള ഒരു ഘടകം അല്ലാതെ ഇതിൽ ഈ വേറെ സ്വരങ്ങളുടെ ക്രമീകരണത്തിൽ വ്യത്യാസം വരുന്നുണ്ടോ? എന്ന് പറയും. എന്നുള്ള ഈ റസാൻ ഹരനാശി ഹരിന എന്നുള്ള സാധനമാണ്. ചില ഹരിന എന്ന് പാടും, ചില ഹരിന ഇങ്ങനെ പോകും. ഹരിനാക്ഷി ഹരിനാക്ഷി, ചില ഹരിനാക്ഷി എന്ന് പാടും. ഈ പണങ്ങൾ അങ്ങനെ ഈ ഓരോന്നിന്റെയും ഘടനയ്ക്ക് ഇപ്പൊ എന്ന് പറയാൻ പറ്റില്ല. അതിനിങ്ങനെ തന്നെ വേണം ബാലേ. അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഓരോ ചില പദത്തിനൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഹരണാച പദം എവിടെ വേണമെങ്കിലും ഉണ്ടാം. ഈ പാടിരാഗത്തിന്റെ ഒക്കെ സ്വരങ്ങളെ കുറിച്ചൊക്കെ ആശാൻ? പാടിരാഗത്തിന്റെ പിന്നെ സ്വരമുണ്ട്. അത് ഒരു സാധാരണ സ്വരത്തിന് 7 അക്ഷരം സരിഗമപദരിത് എന്നാണ്. അത് സരിമപനി എന്നൊക്കെ വരുന്ന ഒരിതിലായി പാടിയൊക്കെ. അപ്പൊ എല്ലാ സ്വരമില്ല, പക്ഷെ അതെല്ലാം ഒന്നുപോലെ തന്നെ. ഇങ്ങനെയുള്ളത് നിലയ്ക്ക് അത് പോകും. അതിന് കൂടുതൽ വിസ്തരിക്കാനൊന്നുമില്ല. അതിൽ നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടുപോയാലും ഈ പാടിയത് തന്നെ പിന്നെയും അതിലിങ്ങനെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. അത് അതിന്റെ രാഗത്തിന്റെ ഒരു പരിമിതിയാണോ അതോ ചിട്ട അങ്ങനെ? രാഗത്തിന്റെ പരിമിതി അത്രേ ഉള്ളു. ഖണ്ഡാരമുണ്ട്, ശിവശിവന്തു. അത് നമ്മൾ വേറൊന്നും ഒരു സ്ഥാനത്ത് തുടങ്ങാൻ വെക്കൂല. ശിവശിവന്തു ചെയ്യൂ എന്ന് പറഞ്ഞാൽ അത് കൊള്ളൂല. ശിവശി എന്ന് തന്നെ അത് പാടാൻ പറ്റും.
അതുമാതിരി ഊർജിത ജയ എന്ന് പറഞ്ഞാൽ അത് അവിടെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പം അത് അവിടെ നിന്നല്ലെങ്കിൽ ആ പദത്തിന്റെ ഇത് മുഴുക്കങ്ങ് പോകും. അപ്പൊ ഓരോന്നിനും ഈ പണ്ടുള്ള കുറച്ചൊക്കെ സംഗീതജ്ഞാനമുള്ള ആള് ഇതൊരു ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇന്ന സ്ഥാനത്ത് നിന്ന് തുടങ്ങണം. ഇപ്പോഴും അതേ ഒക്കൂ. വേറെ ഒരു പുതിയ പാട്ടുകാരനെ കൊണ്ട് വേറെ ഒന്ന് എടുത്താൽ ആ പദം അല്ലാതെ മാറി തീരുന്നത്. അവിടെയൊക്കെ എന്ത് വേണമെങ്കിലും ആവും. എന്നാലും എടുക്കുന്ന സാധനം അങ്ങനെ തുടങ്ങിയാലേ അങ്ങനെ ഒരുപാട് പദങ്ങളുണ്ട്. ഈ പാടി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു പരിമിതമായിട്ട് അതിൽ വേറെ ഒന്നും ഒക്കില്ല. ഒരു 3-4 സ്വരമേ ഉള്ളത്. അത്രയും ഒന്നൊന്ന് എത്തിക്കാനേ പറ്റൂ. ഇപ്പം ചെമ്പൻകുടി തന്നെ പറഞ്ഞത് എത്ര ഈ അഭിനയ സംഗീതത്തിന് നിങ്ങളിത് വേറെ മാറ്റി പാടുമെന്ന് പറഞ്ഞു. ഇത് ഏറ്റവും അത്ര ചിട്ടയോടുകൂടി ചിട്ട ചെയ്തിരിക്കുന്നതാണ്. ഇതിപ്പോ ആരാ ഉണ്ടാക്കിയെന്ന് നമുക്ക് നിശ്ചയില്ല. പിന്നെ വെങ്കടേഷ്ണമായ അതിനു മുമ്പ് അങ്ങനെയുള്ള പ്രഗത്ഭന്മാരൊന്നും എന്റെ അറിവില്ല. അപ്പൊ വെങ്കടേഷ്ണഭാവരാവാനേ അത് സാധ്യതയുള്ളെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അത് ചിട്ടപ്പെടുത്തിച്ചെന്ന ആ ഒരു ഭാവം വേറെ ഏത് രാഗത്തിനും കിട്ടുന്നില്ല. മറിമാണ്ടി മൗലിയുടെ എന്ന് ആ ഭാവം വേറെ ഒരു രാഗത്തിനും കിട്ടുന്നില്ല. അപ്പൊ അത് അദ്ദേഹം പറഞ്ഞത് സംഗീതത്തിന്റെ ഏറ്റവും അങ്ങേറ്റം കണ്ട ചെമ്പൻകുടി എന്നൊക്കെ പറയുന്നത്. അപ്പൊ അദ്ദേഹം വളരെ ആലോചിച്ചിട്ടാണ് പറഞ്ഞത് ഇതൊന്നും ഒരു കാലവും മാറ്റരുത്, അത് അങ്ങനെ തന്നെ നിലനിൽക്കണം. ജയജയന്തി അടുപ്പമുണ്ട്. ഇപ്പം അത് മുകളിലൊക്കെ ഞങ്ങളുടെ കഥകളുടെ സംഗീതത്തിൽ അങ്ങനെ പോവില്ല. അങ്ങനെയൊക്കെ വരും. ഒരു രമിച്ചേരും മയ മറ്റേ ജയജയവന്തിയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. 1-2 പിടുത്തത്തിന് മാത്രമേ അതിൽ വ്യത്യാസമുള്ളൂ. അത് കഥകളി പാട്ടുകാരധികം പക്ഷെ ഇങ്ങേര് പാടിയിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കൊണ്ടു ഞാൻ ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ തങ്കപ്പണിക്കാരൻ പറഞ്ഞതാ. അയാൾ പാടിയാലും പാവമൊക്കെ വന്നിരുന്നു. ഈ 2-ാം ദിവസേ പക്ഷികളെ പത്രം പത്രികകളുണ്ട്. അതിൽ ആ സ്ത്രീവേഷ പദമുണ്ട്. ഞങ്ങള് വടക്കൻ നാട്ടില് സാധാരണ പയ്യോ ആനന്ദ പേര് അത് ഞാനൊന്ന് വിചാരിച്ചിരുന്നു. പയ്യോ ൻ ആര്യപുത്ര അയ്യോ അത് നോക്കിയപ്പോ ഭാവമുണ്ട്. എന്നാ പിന്നെ ഇതിലായിരിക്കണം. ഞാൻ മിക്കവാറും അതിലാക്കി. കഥകളി സംഗീതത്തിന്
അറിഞ്ഞുകൊണ്ടുള്ളതോ അനുകരണത്തിന്റെ ഒന്നും അല്ല, എന്നാലും ഒരുപക്ഷെ വളരെ ഇങ്ങനെ വിദൂര സ്ഥലങ്ങളിൽ ഇരിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ബന്ധം വരിക എന്ന് പറയുന്ന പോലെ ഹിന്ദുസ്ഥാനി സംഗീതമായിട്ട് ഒരുതരം അടുപ്പം തോന്നാറുണ്ട്. ഈ ദൈതേ നീകൾ എന്നൊക്കെയുള്ള പദത്തിന്റെ ഒരു സമ്പ്രദായത്തില് അത് തന്നെ എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ചൊരു ഇത് വരും. അതെല്ലാരും തെറ്റിച്ചാ പാടുന്നത്. അത് ഈ പിന്നെ പിന്നാകപരാളി രാഗത്തിന്റെ ഛായ വന്നു പോകുന്നത് എന്നുവെച്ചാൽ ഈ ഉണ്ണിയെഴുക്കുറിപ്പിന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പാടുന്നത് അത് തെറ്റാ. എന്ന് പാടും, അത് പിന്നാകപരാളി. അപ്പൊ അയാൾ ഇങ്ങോട്ട് പറയുന്നു, ഞാനതൊന്നും നോക്കാറൊന്നുമില്ലല്ലോ പറയും ചെയ്യും. ഇതില് ധനവരി മുകുന്ദനേ സാനന്ദം കണ്ടിടാൻ വിപ്രൻ താനേ നടന്നേടിന ചിന്ത ചെയ്തു എന്ന് പറയുമ്പോ അത് പിന്നെ ഇത് മാറി സിന്ധുഭൈരവി രാഗം വരും. എന്ന് പറയുമ്പോൾ സിന്ധുഭൈരവിയാ വരുന്നേ, പുന്നാകപരാളിയില്ല പാടേണ്ടത്. താനേ നടന്നേടിനാനി ചിന്ത അങ്ങനെ പാടുള്ളു. അപ്പൊ ചിന്ത ചെയ്തു എന്ന് പറയുന്നത് സിന്ധുഭൈരവിയായി. അപ്പൊ പിന്നെ ഇതാ ഞാൻ ഉണ്ണിയെടുക്കുന്നത് നേരിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഇതിൽ തന്നെ ഈ തോടിയിൽ പാടുമ്പോഴും ഈ പിന്നെ സിന്ധുഭൈരവി വരുന്ന ഇതുണ്ട്. എങ്ങാനും ഉണ്ടോ കണ്ടോ തുങ്കാനുഭവ എന്ന് തോടി, ശരിക്കുള്ള തോടി തുങ്കാനുഭവന എന്ന് പറഞ്ഞാൽ സിന്ധുഭൈരവി. ഇത് പാടുമ്പോഴും ഇപ്പോഴും ചില ഭാവന്മാർക്ക് ഇതേ വരും, ഈ സിന്ധുഭൈരവിയെ വരും. അതായത് ഈ കഥകളി സംഗീതം അഭ്യസിക്കുന്ന ആളുകൾക്ക് കർണാടക സംഗീത പരിജ്ഞാനം അത്യാവശ്യമാണെന്ന് പറയാം. അത്യാവശ്യം എന്ന് വെച്ചാൽ കുറച്ചെങ്കിലും അതിന്റെ അറിവില്ലെങ്കിൽ പിന്നെ സാധിക്കില്ല. അത് ഈ ഇപ്പം ഹേ 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 മഹാനുഭാവ എന്ന് ഭൈരവി പാടി ഹേ ഹേ മഹാനുഭാവ അത് പിന്നെ ഭൈരവി, ശരിക്കുള്ള ഭൈരവി. അപ്പൊ അതൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം, ഇഷ്ടം പോലെ. പിന്നെ അതിന് ഈ കർണാടക സംഗീതത്തിന്റെ ആവശ്യമാണ് അപ്പൊ ഉള്ളത്. എപ്പോഴും കർണാടക സംഗീതം വെച്ചാൽ ഭക്തി എന്നാണല്ലോ അധികം നിങ്ങളിരിക്കുന്നത്. പിന്നെ അത് പിന്നെ നമ്മൾ വരുത്തുന്നതാണ് ഈ രസങ്ങൾ, അല്ല ഈ ഭാവങ്ങളെ അത് അതി വരാതെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. കാമനോ സോമനോ നീ കാമനോ, ഇതൊക്കെ എത്ര രസമുള്ള പദങ്ങളാണ്. അങ്ങനെയൊക്കെ പാടിയാൽ അത് ഒരു പ്രത്യേകിച്ചൊരു സുഖം ഉണ്ടാവും.
ഇത് അത് ആ ഒരു ഭാവം വരും.